മനുഷ്യനായിക്കൂടെ എന്നാണ് നമ്മുടെ ഈ ഒരു സെഷൻ്റെ ടൈറ്റിൽ. നമ്മുടെ കൂടെയുള്ളത് ഒരു പ്രത്യേകിച്ചൊരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത നിലപാടുകളും അഭിപ്രായങ്ങളും എവിടെയും വളരെ ശക്തമായ നിലയിൽ പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതൊരു സംവാദം എന്ന രീതിയിലുള്ള ആൾക്കാരൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിനുള്ള ആളല്ല. പലരിൽ നിന്നായും കളക്ട് ചെയ്ത കുറച്ച് ചോദ്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഒപ്പം തന്നെ സദസ്സിലുള്ള നിങ്ങൾക്കും ഇവിടെ ചോദിക്കാനുള്ള അവസരങ്ങളുണ്ട്. അപ്പം എൻ്റെ ചോദ്യങ്ങൾ ഞാൻ ജസ്റ്റ് തുടങ്ങാം. താങ്ക് യു. കമൻറ്റ് ഇടുമ്പോൾ ആലോചിക്കണമായിരുന്നു ഇങ്ങനെയൊക്കെ പണി വരുന്നു. ഞാൻ ഈ ചോദ്യങ്ങൾക്ക് വേണ്ടി ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടു. പക്ഷേ ഒരു 600-700ഓളം കമൻറ്റ് വന്നിട്ടുണ്ട്. പക്ഷെ അതിനകത്തൊരു ചോദ്യം പോലുമില്ല. അതിനകത്ത് കൂടുതലായും വന്ന് കുറച്ച് സാധനങ്ങളൊരു ചോദ്യ രൂപത്തിൽ ആക്കിയിട്ട് ഞാനിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയിലെ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കാൻ റെഡിയാവുക. കാരണം വെച്ചാൽ എൻ്റെ കയ്യിൽ കുറച്ച് ചോദ്യങ്ങളേ ഉള്ളൂ. ആരിഫ് എന്നിവിടെ ഏതായാലും ഇവിടെ എത്തിച്ചു. എന്തായാലും ചോദ്യത്തിലേക്ക് പോവാം. ആദ്യം ചോദിക്കാനുള്ളത്, ആരിഫ് സ്വതന്ത്ര ചിന്തകനാണോ എന്നാണ് എൻ്റെ പോസ്റ്റിൽ വന്ന കമൻറ്റ്. എന്താണ് സ്വതന്ത്ര ചിന്ത? ആരാണ് സ്വതന്ത്ര ചിന്തകർ? അതുപോലെ തന്നെ നമ്മുടെ ഈ സ്വതന്ത്ര ചിന്താ മേഖലയിൽ, അതായത് നമ്മുടെ കേരളത്തിലെ പരിഷ്കരണ മേഖലയിൽ അയ്യങ്കാളി മുതൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അന്ന് തുടങ്ങി ഇന്ന് വരെ ഈ സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്ന ഈ ഒരു സമയം വരെ ഉള്ള പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും പുരോഗതി, മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇതിനൊരു ഭാവി നിങ്ങൾ കാണുന്നുണ്ടോ? എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ ഒരു ചർച്ച സംഘടിപ്പിക്കാൻ സാധിച്ചതിനും ചോദ്യങ്ങളും ചോദിക്കാനൊക്കെ ആയിട്ട് മുന്നോട്ട് വന്ന നമ്മൾ സുഹൃത്ത് റഫീഖിനും, സുഹൃത്തെന്ന് പറയാലോ അല്ലേ, അതുപോലെ കേൾക്കാനിരിക്കുന്ന എല്ലാവർക്കും, NRC കണ്ണൂർ ടീമിനും എല്ലാം ഒരേപോലെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ ചോദിച്ചത് ഇതാണ്, നമ്മളൊരു എൻ്റെ പോക്ക് കണ്ടിട്ട് ഒരു സ്വതന്ത്ര ചിന്തകൻ്റെ ലഗാനും ഇല്ലാത്ത ഒരു പോക്കാണ്, ഒരു സ്വതന്ത്ര ചിന്തകനായിട്ട് തോന്നുന്നില്ല എന്നതാണ് പറഞ്ഞ എൻ്റെ ചുരുക്കം. അപ്പോൾ എന്താണ് ഈ സാധനം എന്ന് ഇപ്പോൾ ആകെ കൺഫ്യൂഷനാണ്. അതാണ് ചോദിച്ചതിൻ്റെ ഒരു ആകത്തുകയായിട്ട് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളൊരു സംഗതി മൊത്തത്തിൽ. സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തെങ്കിലും ഒരു സാധനമല്ല, അതൊരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന ഒരു സംഗതിയാണ്. എന്ന് വെച്ചാൽ എല്ലാവർക്കും ചിന്തിക്കാനുള്ള കഴിവുണ്ട്. ചിന്ത ആരുടെയും കുത്തകയല്ല, എല്ലാവരും ചിന്തിക്കുന്നവർ തന്നെയാണ്. പക്ഷേ നമുക്കൊക്കെ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം, ഈ ചിന്തകൾ ചില സ്ഥലങ്ങളിൽ ചെന്നിങ്ങനെ മുട്ടി നിൽക്കും, ചില സ്ഥലത്ത് സ്റ്റക്കാവും. ഈ സ്റ്റക്കാവുന്ന ഒരു പ്രശ്നം എല്ലാവർക്കും ഉണ്ട്, നമുക്കൊക്കെ ഉണ്ട്. എവിടെ വെച്ചാണ് സ്റ്റക്കാവുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ സ്റ്റക്ക് ആക്കുന്നത് എന്ത് എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. മിക്കവാറും അത് ചില സൊസൈറ്റൽ നോംസ് എന്ന് പറയുന്ന സംഗതികൾ. ഒരു ഉദാഹരണം പറഞ്ഞു, വലിയ വലിയ സംഭവങ്ങളൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാക്കാൻ പാടായിരിക്കും. സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ സ്വയം ആലോചിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. രാത്രി തൈര് കഴിക്കുന്ന ആളുകൾ എത്ര പേര് ഇവിടെ ഉണ്ട്? ഒന്ന് കൈവക്കാവോ? കഴിക്കാത്തവരോ? നിങ്ങൾ എന്തുകൊണ്ടാണ് കഴിക്കാത്തത്? എന്താ കുഴപ്പം? രാത്രി കഴിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പക്ഷെ നിങ്ങൾക്കത് ചിന്തിക്കാൻ തോന്നാറുണ്ട്. അത് ഇനി വേണ്ട, ഇനി അഥവാ എന്തെങ്കിലും കുഴപ്പമുണ്ടായാലോ, എങ്ങാനും സ്വർഗം ഉണ്ടെങ്കിലോ എന്ന് ചിന്തിച്ചിട്ടല്ലേ നിങ്ങൾ ഇത് കഴിക്കാതിരിക്കുന്നത്? ആർക്കും സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു കാര്യമുള്ളൂ, എന്താ ഇപ്പോൾ രാത്രി കഴിച്ചാൽ. പക്ഷെ അത് നമുക്ക് പറ്റില്ല. കാരണം അത് നമ്മളുടെ വല്യമ്മ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ മുത്തശ്ശിമാർ പറഞ്ഞിട്ടുണ്ട്, പണ്ട് മുതലേ കാലങ്ങളായിട്ട് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. അതിപ്പോൾ നമ്മളായിട്ടിപ്പോൾ ഇനി അത് മാറ്റി, ഇനിയിപ്പോൾ ഞാൻ തൈര് വെച്ച് ഇനി ഉമ്മക്ക് വിഷമാവണ്ട, അമ്മയ്ക്ക് വിഷമാവണ്ട, അല്ലെങ്കിൽ ഇനി അഥവാ നമ്മൾ തൈര് കഴിച്ചു രാത്രി എന്നിട്ട് ഉറങ്ങി എന്തെങ്കിലും ഒരു സംഭവം എന്തെങ്കിലും ഒന്നും ഉണ്ടായാൽ പറയാം, അത് ഞാൻ അപ്പോഴേ പറഞ്ഞാണ് തൈര് കഴിക്കരുത്, ഇന്നലെ കഴിച്ചില്ല, അത് തന്നെയാണ് പ്രശ്നം. അവിടെ ഒരു പോസ്റ്റ് ഹോക്ക് ഫാലസി വരെ കൊണ്ടുവന്ന് ഇത് തൈരിൻ്റെ മണ്ടയ്ക്കിടും. ഇതല്ലേ സംഭവിക്കുക. അപ്പോൾ എന്താണ് ആ തടസ്സം? ആ തടസ്സം വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഗതിയാണ്. സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്, അലിഖിതമായ ചില നിയമങ്ങളുണ്ട്. അതിനെ പോലും നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയുന്നില്ല. അതൊരു ഉദാഹരണം മാത്രമാണ്. ഇതേപോലെ എന്തും ആകാം. ഓരോ കാര്യത്തിലും ഉണ്ടാവും ചില നിയമങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി വെച്ചാൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിയമമായിട്ട് മുന്നോട്ട് വരുന്നതാണ് ഈ മതങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നം. നമ്മളെപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ്. അതേപോലെ ഇപ്പോൾ സ്ത്രീ പുരുഷൻ
അത് തുല്യത സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പെണ്ണുങ്ങൾ അങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കുട്ടികൾ ചില്ലറ പൈസ മാറി നിൽക്ക്, തള്ള കയ്യിൽ ഇവിടെ ഉള്ളപ്പോൾ ചില്ലറ പൈസയൊന്നും ഇപ്പം ഇങ്ങോട്ട് വേണ്ട, നോട്ട് മാത്രം മതി എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക്. അപ്പോൾ അവിടെയൊക്കെ കൊണ്ടുവരുന്നത് ഇത്തരത്തിലുള്ള ചില മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് ചിന്തകളെ തടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ നമ്മളിവിടെ എന്താ പറയുന്നത്, സ്വതന്ത്ര ഇന്ത്യയിൽ എന്താ പറയുന്നത്, കുട്ടി പറഞ്ഞാലും ശരി, കേൾക്കാനുള്ളതാണെങ്കിൽ കേൾക്കണം, പറയാനുള്ളതിൽ കഴമ്പുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത് എന്നല്ലേ നമ്മൾ പറയുന്നത്. ഇതിനെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയുന്നുള്ളൂ. സാധാരണ നമ്മൾ പറയാറുണ്ട്, ഇപ്പോൾ ബലാത്സംഗം ഒരു തെറ്റാണ് എന്ന് ഗോവിന്ദച്ചാമി പറഞ്ഞാലും എടുക്കണം എന്ന് നമ്മൾ പറയുന്നത് ഇതേ ലോജിക്കിലാണ്. വളരെ ഇപ്പോൾ വേടൻ്റെ ലോജിക്കിൽ പറഞ്ഞാൽ മക്കളെ കഞ്ചാവ് അടിക്കരുത് എന്ന് വേടൻ പറഞ്ഞാലും നമ്മൾ എടുക്കണം എന്ന് പറയുന്നത് അതാണ്. അല്ലെങ്കിൽ മദ്രസ പീഡനം അത് പാടില്ല എന്നൊരു ഉസ്താദ് പറഞ്ഞാലും നമ്മൾ എടുക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അതേപോലെ ആര് പറഞ്ഞു എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം, ആ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ ഇത് നോക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. ചോദ്യം ചെയ്യേണ്ടതാണ് ചോദ്യം ചെയ്യുക, ആ രീതിയിൽ കാര്യങ്ങൾ നോക്കുക. വ്യക്തികൾ നമ്മുടെ മുന്നിൽ ഒരു തടസ്സമാകരുത്, വ്യക്തികളിലേക്ക് ചുരുക്കിക്കൊണ്ട് വാദങ്ങളെ നമ്മൾ കുഴിച്ചുമൂടാൻ നോക്കരുത് എന്നതൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ചിന്ത പ്രോത്സാഹിപ്പിക്കുക, അല്ലെങ്കിൽ ആ ചിന്ത കൊണ്ടുപോവുക. ഇതിനെയാണ് നമ്മൾ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുക. ഡോഗ്മകളെ മാറ്റിവെച്ച് നമ്മൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു രീതി, ഇതേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇതാണ് സാധനം. ഇനി ഇപ്പം എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയൊരു രോഗാവസ്ഥയിലാണ് സ്വതന്ത്ര ഇന്ത്യ എന്ന് ഉള്ളത്. പച്ചയ്ക്ക് പറഞ്ഞാൽ ആ രോഗം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ രോഗം പച്ചയ്ക്ക് പറഞ്ഞ ഒരു വൈറസാണ്. ആ വൈറസിൻ്റെ പേര് വോക്ക് വൈറസ് എന്നാണ് അതിൻ്റെ പേര്, വോക്ക് വൈറസ്. എന്താണ് ഈ വോക്കിസം എന്ന് പറയുന്നത്? കേട്ടിട്ടുണ്ടോ? വോക്കിസം ഇതൊക്കെ കേട്ട് കാണും. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതിങ്ങനൊന്നും പറയാൻ പാടില്ല, ഇങ്ങനെ പറഞ്ഞ പ്രശ്നമാണ്. നിങ്ങൾ ആ പറഞ്ഞതിൽ അവിടെ എവിടെയോ ഒരു ജാതി വിവേചനം ഒളിഞ്ഞു കിടപ്പുണ്ട്, ആ പറഞ്ഞതിൽ എവിടെയോ ഒരു മാനവിക വിരുദ്ധത ഒളിഞ്ഞു കിടപ്പുണ്ട്, നിങ്ങൾ പറഞ്ഞതിൽ എവിടെയോ ഒരു സ്ത്രീ വിരുദ്ധത ഒളിഞ്ഞു കിടപ്പുണ്ട്. ഈ ഒളിഞ്ഞു കിടക്കുന്ന കാര്യങ്ങളുണ്ട് എന്ന് വിളിച്ചു കൂവി പറഞ്ഞ് പറയുന്ന കാര്യങ്ങളെ പറയാൻ അനുവദിക്കാതെ സംഖ്യ വളരും, അല്ലെങ്കിൽ നിങ്ങൾ റേസിസ്റ്റാണ്, സംഖ്യയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാപ്പകൾ അടിച്ചുകൊണ്ട് പറയാൻ അനുവദിക്കാതിരിക്കുക. വസ്തുത ഇപ്പം പറയരുത്, ഇപ്പം വസ്തുത ചിലത് പറഞ്ഞാൽ പ്രശ്നമാവും എന്ന ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക. ഇതാണ് വോക്ക് വൈറസ് കൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നമ്മളെ നിഷാന്ത് ഒരു നല്ലൊരു പ്രസന്റേഷൻ നടത്തി ഈ ഇസ്രായേൽ പാലസ്തീൻ വിഷയം. ഇസ്രായേലിൻ്റെ ഭാഗത്തൊരു ശരിയുണ്ടെന്ന് ഇപ്പം പറയാൻ പാടില്ല എന്നല്ലേ നമ്മുടെ നാട്ടിലെ ഒരു നിയമം? അത് പറഞ്ഞാൽ നിങ്ങൾ മാനവിക വിരുദ്ധനാവും. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ആ ഭാഗത്തുള്ള ഒരു ശരി പോലും പറയാൻ പറ്റില്ല എന്നുള്ളൊരു അലിഖിത നിയമം ഇവിടെ ഉണ്ടായിരിക്കുകയാണ്. ഇത്ര കാലം അങ്ങനെയായിരുന്നു. പക്ഷേ നമ്മളത് രണ്ടും കൽപ്പിച്ചിറങ്ങി 10 ആൾ വിരിച്ച് നിന്ന് കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ ഈ സാധനം നമ്മൾ തെളിയിച്ച് കാണിച്ചു കൊടുക്കുക ചെയ്തത്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കഥ. പക്ഷെ ഇതുവരെ ആൾ പോലും ഇറങ്ങുന്നില്ല എന്നുള്ളിടത്താണ് ഇതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നു അങ്ങനെയല്ല, ഇതിലും ഇവരുടെ ഭാഗത്ത് എന്താ ശരി എന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം എന്ന് നമ്മൾ പറയുകയാണ്. UN അവിടെ ജനോസൈഡ് ഉണ്ടെന്ന് തെളിയിച്ചല്ലോ, എന്നിട്ടും നിങ്ങൾക്ക് എന്തേ സമ്മതിക്കാൻ കഴിയാത്തതെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ആരായി ചോദിക്കുന്നത്? സ്വതന്ത്ര ഇന്ത്യരായിട്ടുള്ള ആളുകളാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പം നമ്മൾ അവരോട് തിരിച്ച് ചോദിക്കുകയാണ്, എവിടെയാണ് UN അത് തെളിയിച്ചത്? പ്രസന്റേഷൻ കണ്ടവർക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും. ആ UN റിപ്പോർട്ടിൽ എവിടെയില്ല, ഒരു കണക്ക് പോലും ഇല്ല. പക്ഷെ ഇത് എടുത്തു വെച്ചിട്ട് നമ്മളത് അംഗീകരിച്ചോളാം എന്ന് പറഞ്ഞാൽ തെളിവുകൾ നയിക്കട്ടെ എന്ന് വിശ്വസിച്ച് നടക്കുന്ന, അല്ലെങ്കിൽ അതിന് ഒരു പ്രാമുഖ്യം കൊടുത്ത് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് എടുക്കാൻ കഴിയില്ല. അതിൽ തെളിവില്ല, അതിൽ വെറുതെ റെട്ടറിക്സ് മാത്രമേ ഉള്ളൂ, വെറുതെ ഈ പ്രസംഗം മാത്രമേ ഉള്ളൂ ജനോസൈഡ് ഉണ്ട് എന്നുള്ളതിൻ്റെ. അല്ലാതെ അതിനകത്ത് ഒരു തെളിയിക്കലും അതിനകത്ത് നടന്നിട്ടില്ല. ഇതിൽ ഇന്ന ഭാഗത്ത് നിങ്ങൾ ചൂണ്ടിക്കാണിച്ച സാധനം ജനോസൈഡ് തെളിയിക്കുന്നില്ല എന്ന് നമ്മൾ കാണിച്ചു കൊടുത്താൽ പോലും അവരെടുക്കില്ല. ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ ഉള്ള ഒരു അവസ്ഥയിലാണ് ഇന്ന് സ്വതന്ത്ര ഇന്ത്യ ഇവിടെ എത്തി നിൽക്കുന്നത്. ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ പാടില്ല, വസ്തുത പറയരുത്. ഈ ഹിജാബ് വിഷയം ഇന്ത്യയിൽ കത്തി നിന്ന സമയം, ആ ഒരു സംഗതിയാണ് ഇപ്പം നമ്മളൊക്കെ ഉണ്ടായിട്ടുള്ള ഈ എക്സ് മുസ്ലിം മേഖലയിൽ പോലും വലിയൊരു റിഫ്റ്റിന് കാരണമായ ഒരു വിഷയമാണത്, ഈ ഹിജാബ് വിഷയം. അന്ന് നമ്മൾ ഫേസ് ചെയ്ത സാധനം ഇതാണ്. ഇപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് പറയരുത്. ഹിജാബ് എന്താണെന്ന് ഇപ്പം നമ്മൾ പറഞ്ഞാൽ സംഖ്യ വളരും. അതുകൊണ്ട് പൂരമൊക്കെ കഴിയട്ടെ, എന്നിട്ട് എല്ലാവരും വീട്ടിൽ പോയി കഴിയുമ്പോൾ നമുക്ക് വെടിക്കെട്ട് നടത്താം എന്നതായിരുന്നു അന്നത്തെ എക്സ് മുസ്ലിം സംഘടന, അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളുടെ ഒരു നിലപാട്. നമ്മൾ പറഞ്ഞാൽ അതല്ല. ഇവിടെ ഇപ്പോഴാണ് ഇത് പറയുന്നത്. ഇപ്പോൾ പറഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇതിനകത്തൊരു ധ്രുവീകരണം സംഭവിക്കുന്നത് കുറയ്ക്കാൻ പറ്റുള്ളൂ. ധ്രുവീകരണം എന്തിനാണ് കുറയ്ക്കുന്നത്? അപ്പോഴേ നമുക്ക് ഹെയ്റ്റ് കുറയ്ക്കാൻ പറ്റുള്ളൂ.
എന്തിനാ ഹെയ്റ്റ് കുറയ്ക്കുന്നത്? ഹെയ്റ്റ് കുറച്ചാൽ അത്രയും കണ്ട് അക്രമം കുറയും. അക്രമം കുറഞ്ഞാൽ അത്രയും കണ്ട് മനുഷ്യജീവൻ നഷ്ടപ്പെടില്ല. എന്നുവെച്ചാൽ മനുഷ്യൻ രക്ഷപ്പെടും, മനുഷ്യനാകും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഹിജാബിനെ വിമർശിച്ചാൽ അവിടെ നിങ്ങൾ മനുഷ്യനാകാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവർ അത് കാണൂല എന്ന് മാത്രമല്ല, ഹിജാബിനെ വിമർശിക്കണം എന്ന് പറഞ്ഞ് നമ്മളെ മാനവിക വിരുദ്ധനാക്കി. ഇതാണ് സംഭവം. ഏത് വിഷയം എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ഉണ്ടാവുക. ഇപ്പോൾ ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ പോലും സംഭവിക്കുന്നത് എന്താണ് എന്നും, യഥാർത്ഥ പ്രശ്നക്കാരൻ ആരാണ്, എവിടെയാണ് പ്രശ്നം, എന്ത് ചെയ്താൽ പരിഹരിക്കും, ആ ബന്ദികളെ വിട്ടുകൊടുത്താൽ മതി, ലെറ്റ് ദം ബ്രിങ് ദം ഹോം എന്ന് പറയുന്ന സംഗതി, അവരെ വിട്ടയക്കുക, അവരെ വീട്ടിലേക്ക് വിട്ടയച്ചിട്ട് പിന്നെ ബാക്കി, ഇത്രേ നമ്മൾ പറയുന്നുള്ളൂ. അതിവിടെ പറയാതെ നമ്മൾ ഈ കാര്യം മുഴുവൻ ബാക്കി പറഞ്ഞുകൊണ്ടിരുന്നിടത്തോളം എന്താ ഉണ്ടാവുന്നത്? ഇവിടെ ധ്രുവീകരണമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പേരിലുള്ള വർഗീയത വർദ്ധിക്കുകയാണ്, ഇതിൻ്റെ പേരിലുള്ള ഭീകരവാദം വർദ്ധിക്കുകയാണ്. ഇതിൻ്റെ പേരിൽ കുട്ടികൾ പോലും ഇന്ന് ഹമാസ് പ്രേമികളായിട്ടും ഹൂത്തി പ്രേമികളൊക്കെ ആയിട്ട് മാറുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇത് നേരത്തെ തന്നെ അതിനൊരു കൺട്രോൾ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ കൂടുതൽ ആളുകൾ ഇതിൽ അകപ്പെടാതെ പോയില്ലായിരുന്നു. അപ്പോൾ സംഭവിക്കുന്നത് ഇതിൻ്റെ ഹെയ്റ്റ് വർദ്ധിച്ച് അവസാനം മനുഷ്യർ കൂടുതൽ കുഴപ്പത്തിലാവുക, കൂടുതൽ കുട്ടികൾ മരിക്കുക, കൂടുതൽ യുദ്ധം നീണ്ടു നിൽക്കുക, കൂടുതൽ പ്രശ്നങ്ങൾ അവിടെ വീണ്ടും നീണ്ടു പോകുന്ന അവസ്ഥ ഉണ്ടാക്കുക. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ ആരാണ് മാനവികതയുടെ പക്ഷത്തിൽ നിൽക്കുന്നതെന്ന് നിങ്ങൾ ആലോചിക്കാം. അപ്പോൾ പറഞ്ഞ നമ്മൾ മാനവിക വിരുദ്ധനും ഈ പറയുന്ന സംഗതിയെ എതിർക്കുന്ന ആളുകൾ മാനവികവാദിയുമായി മാറുന്ന വളരെ വികലമായ ഒരു കാഴ്ച, അങ്ങനെ ഒരു രോഗാവസ്ഥ, ആ അവസ്ഥയിലാണ് ഇന്ന് സ്വതന്ത്ര ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ചുരുക്കി പറയാം. എൻ്റെ ചോദ്യം ഈ ആനുകാലിക രാഷ്ട്രീയം മാത്രമല്ല, നമ്മുടെ ഈ സാമൂഹിക പരിഷ്കരണം ഉണ്ടല്ലോ, യുക്തിവാദം, നിരീശ്വരവാദം, ആ ഒരു മേഖല നമ്മുടെ ഇപ്പം പ്രവർത്തിക്കുന്ന മതവിരുദ്ധമായ പ്രവർത്തനങ്ങളാണല്ലോ. ഇപ്പം പറഞ്ഞത് ഇസ്രയേലും മറ്റേ ഇതൊക്കെയാണ്, ആ ഒരു മേഖലയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നമ്മുടെ ഏത് മേഖലയിലും അതെടുക്കാം, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ഒരു പ്രിൻസിപ്പിൾ നിങ്ങൾ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പം മതവിമർശനം അത് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മത നവോത്ഥാനം എന്നൊക്കെ പറയുന്നൊരു സംഗതി, ഈ നവോത്ഥാനത്തിൽ ഞാൻ ഏതായാലും വിശ്വസിക്കുന്നില്ല. കാരണം മതങ്ങളെ നവീകരിച്ച് ഇവിടെ ഇങ്ങനെ പുനഃപ്രതിഷ്ഠിക്കേണ്ട എന്താവശ്യമുള്ളതെന്നാണ് നമ്മളൊക്കെ ചോദിക്കുന്നത്. കാരണം അങ്ങനെ എടുക്കേണ്ട ഒരു മതമില്ലെങ്കിൽ എന്താ കുഴപ്പം, ഇതാ നമ്മൾ ചോദിക്കുന്നുള്ളൂ. പിന്നെ എന്തിനാണ് ഇത് ആർക്ക് വേണ്ടി അത് ഇങ്ങനെ റിഫൈൻ ചെയ്തെടുത്ത് നമ്മൾ പുതിയൊരു രൂപത്തിൽ കൊണ്ടുവരേണ്ട എന്ത് കാര്യമുള്ളത്, അതിനുവേണ്ടി നമ്മൾ സമയം കളയേണ്ട എന്ത് കാര്യമുള്ളതെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. പക്ഷേ ഇവിടെ പല കാലഘട്ടങ്ങളായിട്ട് പലതും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ശങ്കരാചാര്യർ ചെയ്ത കാര്യവും ഇതുപോലുള്ള ശ്രീനാരായണ ഗുരു ചെയ്തതൊക്കെ നമ്മൾ പറയുന്നു. പക്ഷെ അതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അവർ ആ മതത്തെ നവീകരിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ആ മതം ഉണ്ടാക്കുന്ന സാമൂഹിക ഇഷ്യൂസിനെ പരിഹരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ ജാതി വിവേചനം. അതിലൊക്കെ അവരെടുക്കുന്ന നിലപാടുകളും അത്തരം കാര്യങ്ങളും സത്യത്തിൽ ആ ജാതി വ്യവസ്ഥിതി കൊണ്ട് ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു സാമൂഹിക പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ആ മതത്തിനെ നവീകരിക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ അത് ഇൻ ഇഫക്റ്റ് സംഭവിക്കുന്നത് എന്താണ്? മത നവീകരണമാണ് സംഭവിക്കുന്നത്. ഇനി ഈ ഒരു സാധ്യത ഇത് ഇസ്ലാമിലുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇതൊക്കെ ഓക്കെയാണ്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ പറയാറുള്ള പോലെ ഈ ഇപ്പോൾ മനുസ്മൃതിയിൽ വലിയ കുഴപ്പമുള്ള സാധനം ഉണ്ട്. സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് പറയുമ്പോൾ അത് നമുക്ക് വിമർശിക്കാം, അത് വിമർശിക്കേണ്ടതാണ്. വിമർശിക്കാത്തവൻ ഒറിജിനൽ ഒരു മനുഷ്യനല്ല എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ഇതേമാതിരി ഒരു സാധനം ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് പറയാൻ പറ്റും? ഇതിനേക്കാൾ കുഴപ്പം പിടിച്ച സാധനം ഖുർആനിലില്ലേ? സ്ത്രീ എന്ന് പറയുന്നത് പുരുഷൻ്റെ ഒരു വസ്തു മാത്രമാണ്. പുരുഷന്മാർ സ്ത്രീകളുടെ കൈകാര്യകർത്താക്കളാണ്. അനുസരണക്കേട് കാണിക്കുമെന്ന് ഭയന്നാൽ വേണമെങ്കിൽ അടിക്കാം എന്ന് വരെ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമ്പോൾ ഒരു സാധനം പറയുമ്പോൾ നിങ്ങൾ വലിയ നവോത്ഥാന നായകനും മറ്റേത് പറയുമ്പോൾ മുസ്ലിം വിരുദ്ധനാവുന്ന എങ്ങനെയാണ്? അത് പറ്റില്ല. അപ്പം നമ്മൾ മുന്നോട്ട് വെക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ മതത്തെ നവീകരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ അത് ഒരു മതത്തിനെ മാത്രമായിട്ട് ലിമിറ്റ് ചെയ്യരുത്. ചെയ്യുമ്പോൾ അത് ഈക്വലായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത്. ഇതേ നമ്മൾ പറയാറുള്ളൂ, ഞാൻ പറയാറത് അത്രേ ഉള്ളൂ. കാരണം ഇതല്ല ഇവിടെ കാണുന്നത്. ഇവിടെ കാണുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ ഒരു പ്രതാപൻ MP പണ്ടുണ്ടായിരുന്ന തൃശ്ശൂർ, പുള്ളി മുജാഹിദിൻ്റെ വേദിയിൽ പോയിട്ട് പറയുന്നതാണ് ഞാൻ കണ്ട പ്രവാചകൻ, ഞാൻ അറിഞ്ഞ പ്രവാചകൻ എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുകയാണ്. ആ ഒരു ആനുകൂല്യം ഇവിടുത്തെ സുരേഷ് ഗോപിക്ക് ഏതെങ്കിലും ഒരു അവരുടെ വേദിയിൽ പോയി നിന്നിട്ട് ഞാൻ അറിഞ്ഞ ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് പ്രസംഗിച്ചാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ പറയും ദേ രാഷ്ട്രീയം, അതിലേക്ക് മതം കൊണ്ടുവരുന്നു, രാഷ്ട്രീയക്കാരൻ മതം പറയുന്നു, ആ ആരോപണം അവിടെ വരും. പക്ഷെ പ്രതാപൻ MPക്ക് അങ്ങനെ ഒരു ആരോപണം കേൾക്കേണ്ടി വരുന്നില്ല. ഇപ്പോൾ ഈ അടുത്ത ദിവസം VD സതീശനാണ് പോയിട്ട് പറഞ്ഞത് സോഷ്യലിസത്തിൻ്റെ ഏറ്റവും മകുട ഉദാഹരണമാണ് മുഹമ്മദ് നബി എന്ന്.
മുഹമ്മദ് നബിയുടെ സോഷ്യലിസം എന്താണെന്ന് നമുക്കറിയാം. ഗോത്രം കൊള്ളയടിച്ചിട്ട് അവിടുന്ന് കിട്ടുന്ന സാധനം അപ്പുറത്ത് പങ്കുവെക്കും. ഇതാണ് സോഷ്യലിസം മുഹമ്മദ് നബിയുടെ. എന്ന് വെച്ചാൽ അത് വീരപ്പൻ്റെ പണിയാണ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ വല്ല ഗബ്ബർ സിംഗിൻ്റെ പണിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനെ സോഷ്യലിസം എന്നൊക്കെ വിളിക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്നത് അത് തന്നെ. ആ സോഷ്യലിസം ഈ സോഷ്യലിസം ഒന്ന് തന്നെയാണ് നമ്മൾ സമ്മതിച്ചു കൊടുക്കുക. കൊള്ള പോട്ടെ. അപ്പോൾ ഇതാണ് ഏറ്റവും മികച്ചതെന്നാണ് VD സതീശൻ പറയുന്നത്. ഞാൻ അപ്പോഴും ചോദിക്കുന്നു, ഈ ആനുകൂല്യം ഈ BJP-യിലുള്ള ഒരു ആൾക്കുണ്ടോ? അതിൽപ്പെട്ടിട്ടുള്ളൊരു മന്ത്രി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനോ ഇതേപോലെ മതം പറയുക, അല്ലെങ്കിൽ ഒരു ഹിന്ദു ദൈവത്തെ ഇതേപോലെ പ്രകീർത്തിക്കുക, എന്തായിരിക്കും ഇവിടുത്തെ കൊലകാലം? അപ്പോൾ നിങ്ങളൊരു മാനദണ്ഡം വെച്ച്, ഒരു അളവുകോല് വെച്ച് എങ്ങനെയാണ് സെക്യുലറിസത്തെ നിങ്ങൾ അവിടെ നിർവചിക്കുന്നത്, എങ്ങനെയാണോ നിങ്ങൾ അളന്നിടുന്നത്, അത് ഈക്വൽ ആയിരിക്കണം. അത് എല്ലാവർക്കും ഒരേപോലെ കൊടുക്കാൻ സാധിക്കണം. പക്ഷെ ഇവിടെ കാണുന്ന അതല്ല. ഇവിടെ ഇസ്ലാമിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇച്ചിരി ഭീകരവാദമൊക്കെ അവർക്കാവാം, ഇച്ചിരി ഈ ഇതുപോലെയുള്ള മതപ്രീണനം അതൊക്കെ ഇവർക്ക് ഓക്കെയാണ്, അത് കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ട്. അത് നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അതാണ് നമ്മളിവിടെ കാണുന്നത്. അതിനോട് നമുക്ക് യോജിപ്പില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഈ ഒന്നുകിൽ ഇത് ചെയ്യുമ്പോൾ ഒരുമിച്ച് ചെയ്യുക, ഇല്ലെങ്കിൽ ഈ പണിക്ക് നിങ്ങൾ നിൽക്കരുത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ ഈ ദിനം പ്രതി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ പുതിയ തലമുറേൻ്റെ ലഹരി ഉപയോഗം. ഈ ലഹരി ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ മതത്തിൻ്റെ വക്താക്കൾ പറയുന്നത് അവർക്ക് ഈ എന്താ പറയേണ്ടത്, ദൈവവിശ്വാസമില്ല, മതവിശ്വാസമില്ല, ദൈവഭയമില്ല. അപ്പം മതത്തിലെ ധാർമ്മികത, അതായത് സ്വതന്ത്ര ചിന്തകരുണ്ടാക്കുന്ന ഒരു കുത്തഴിഞ്ഞ ജീവിതം, നിങ്ങളെപ്പോലത്തെ ആൾക്കാരാണ് അതിൻ്റെ ആൾക്കാർ എന്നാണ് മതത്തിൻ്റെ ആൾക്കാർ പലപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഈ മതത്തിൻ്റെ ധാർമ്മികതയും ഈ നമ്മുടെ സ്വതന്ത്ര ചിന്തയിലെ ധാർമ്മികതയും തമ്മിലൊരു കമ്പാരിസൺ. അത് ചോദിച്ചേതായാലും നന്നായി. അതായത് ഈ ഒരു സാധനം മാത്രമല്ല, ലഹരി മാത്രമല്ല ഇപ്പോൾ ഈ മതം ഉപേക്ഷിച്ച ആളുകൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ വന്നൊരു വാർത്തയാണ്, സ്വകാര്യ ബസ്സിൽ 13 വയസ്സുകാരന് നേരെ ലൈംഗിക അതിക്രമം, മദ്രസ അധ്യാപകൻ അറസ്റ്റിൽ. ഓക്കെ, 13 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പം എനിക്ക് തോന്നുന്നത് മദ്രസയിലൊന്നും പിള്ളേരെ കിട്ടാനില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അവർ ചൂണ്ടയുമായി വള്ളവും വലയൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്, ബസ്സിലും കാറിലും ട്രെയിനിലേക്കൊക്കെ. ഇതാണ് അവസ്ഥ. അപ്പം ഞാൻ പറയുന്നത് ലഹരി മാത്രമല്ല, മദ്രസ പീഡനം നമ്മൾ കാരണമാണ്. അതല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇതേപോലെ ഇപ്പോൾ സ്വർണം കടത്ത്, ഓക്കെ, അതും നമ്മൾ തന്നെയാണ്. പിന്നെ ഈ ലഹരിയുടെ കാര്യം മാത്രം നമ്മൾ എടുത്ത് പറയാം. ലഹരി അത് കടത്തുന്ന കാര്യവും ഉപയോഗിക്കുന്നതല്ല, കടത്തുക, അത് ഉപയോഗിക്കുന്നതും അതിൽ പെടുന്നു. അതിൻ്റെ കാര്യത്തിലും എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായം ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത്രമാത്രം മദ്രസയിലൊക്കെ പോകുന്നു എന്ന് പറയുന്ന ഈ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഇത്രയും അധികം ആളുകൾ വരുന്നത് എന്ന് ചോദിച്ചത് ആരാ? ജിഫ്രി തങ്ങളോ പിന്നെ KT ജലീലും ചോദിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇനി പറയും, ഇതാരാണ് സത്യത്തിൽ ഇതിൻ്റെ പിന്നിൽ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവിടെ തൊട്ട് മുന്നേയൊക്കെ നമ്മൾ കണ്ടു. നമ്മളെങ്ങനെ ഞാൻ ഈ ആൽക്കഹോൾ ഉപയോഗിക്കാറില്ല. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഉപയോഗിക്കാത്തത്? നമ്മളതിൻ്റെ പ്രശ്നം മനസ്സിലാക്കിയിട്ടാണ്. ആ സാധനം ഒരു പ്രശ്നമാണ്, അത് ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇന്നതൊക്കെയാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് നമ്മൾ തൊടാത്തത്. പക്ഷെ ഒരു വിശ്വാസി എന്തുകൊണ്ടാണ് മദ്യപിക്കാത്തത്? ഇതിൻ്റെ പ്രശ്നം മനസ്സിലാക്കിയിട്ടാണോ? അല്ല. അവനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കുടിക്കാറുന്ന അവിടെ പോയിട്ട് കുടിക്കാം, ഇത്രയേ ഉള്ളൂ. ഒന്ന് വെയിറ്റ് ലേശം വെയിറ്റ് പണ്ണ്, അവിടെ പോയിട്ട് കുടിക്കുക, ഇത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ മാതിരി. ഇപ്പം ലഹരി, ഈ ലഹരിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട്, ഈ താലിബാൻ യഥാർത്ഥ മുസ്ലിം അല്ല എന്ന് പറയും, ISIS യഥാർത്ഥ മുസ്ലിം അല്ല എന്ന് പറയും. എന്നിട്ട് പറയുമ്പോൾ അവർ ഇഷ്ടപ്പെടില്ല. അപ്പോൾ അവർ പറയും അങ്ങനെയല്ല, അവർ ചെയ്യുന്ന പല കാര്യങ്ങളും അനിസ്ലാമികമാണെന്ന് പറയും. ശരി, ഒരു ഉദാഹരണം പറയുന്നത്, അവർ എത്ര ആലോചിച്ചാലും ഇസ്ലാം അല്ലാത്ത, അല്ലെങ്കിൽ ഇസ്ലാമിൽ പറയാത്തൊരു കാര്യം താലിബാൻ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല, ഒരെണ്ണം പോലും കാണാൻ കഴിയില്ല. കഷ്ടപ്പെട്ട് അവർ തപ്പിക്കൊണ്ടുവരുന്നൊരു സാധനമാണ്, അവർ അവിടെ കഞ്ചാവ് കൃഷി നടത്തുന്നുണ്ട്, അത് അനിസ്ലാമികമാണെന്ന് പറയും. നിങ്ങൾ പോയിട്ട് താലിബാൻകാരോട് ചോദിക്കുക, ഈ കഞ്ചാവ് കൃഷി അത് അനിസ്ലാമികമല്ലേ എന്ന് ചോദിക്കുക. അവർ പറഞ്ഞ ഉത്തരം എന്താ? അത് ശരി, ഞങ്ങളൊരു പൂവുണ്ടാക്കുന്നു, അതിങ്ങനെ ആരൊക്കെയോ വരുന്നു വാങ്ങുന്നു, ഞങ്ങൾ പൂവ് കൊടുക്കുന്നു, അവരത് കൊണ്ടുപോകുന്നു, ഇത്രയും ഞങ്ങൾക്ക് അറിയുള്ളൂ. ഇതേ അവർ പറയണുള്ളൂ. അവരുടെ കാഴ്ചപ്പാട് പ്രകാരം ഒരു പൂ കൃഷി അത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ എന്തോ ഒരു കൃഷി, ഒരു സാധനം, അതിൽ നിന്ന്
അത് വാങ്ങിച്ചുകൊണ്ട് പോയ ആളുകൾ ഇനിയിപ്പോൾ കഞ്ചാവോ വേറെ വല്ല സാധനമോ മറ്റേ പോപ്പി സീഡൊക്കെയാണ് അവർ ചെയ്യുന്നത് കൂടുതലും. അതൊക്കെ ചെയ്യുന്നത് അതിൽ നിന്ന് വല്ല മയക്കുമരുന്ന് എക്സ്ട്രാക്ട് ചെയ്യുക, ഇതൊന്നും ഞങ്ങൾ അറിയുന്നില്ല. അത് അവർ ചെയ്യുന്ന സാധനമാണ്. അത് അവരും പടച്ചോന്ന് തമ്മിലായിക്കോളും. ഞങ്ങൾ ഈ പോപ്പി സീഡ് ഉണ്ടാക്കുന്നു വിടുന്നു. ഇതാണ് അവർ പറയാം. ഇനി അവർ ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. അതിൻ്റെ മുന്നിലാണ് നമ്മുടെ ബാല്യം വിജൃംഭിച്ച് പോവുക. അതെന്താന്ന് പറഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മുന്തിരി കൃഷി ചെയ്യാൻ പറ്റുമോ? കാരണം ഈ മുന്തിരി കൊണ്ടുപോയിട്ടല്ലേ വീഞ്ഞുണ്ടാക്കി വൈനുണ്ടാക്കി പോകുന്നത്. അപ്പോൾ മുന്തിരി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ഗോതമ്പ് ഉണ്ടാക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ബാർലി ഉണ്ടാക്കാൻ പറ്റുമോ? കാരണം ഈ ബാർലിയും മുന്തിരിയും ഈ പറയുന്ന സാധനം ഇതിനൊക്കെ ഓരോരോ ലഹരികൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഒരു ഇസ്ലാം അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ കണ്ണിൽ ഈ ചോദ്യം അവർ ചോദിക്കുമ്പോൾ നമ്മൾ അവരോട് പറയുന്നൊരു കാര്യം ഇതാണ്: യഥാർത്ഥത്തിൽ നിങ്ങൾ ലഹരി വിരുദ്ധനാകണമെങ്കിൽ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് വേണം അത് ചെയ്യാതിരിക്കാൻ. പക്ഷെ അതല്ല നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ മതം തന്നെ അതിന് ചില കവചം ഒരുക്കി കൊടുത്ത് അതിൻ്റെ സുരക്ഷയിലാണ് നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് മതപരമായിട്ടുള്ള ചില ബാക്കിംഗ് കൂടി കിട്ടുകയാണ്. അതാണ് ഇതിൽ സംഭവിക്കുന്നത്. ഇപ്പം മദ്രസ പീഡനത്തിൻ്റെ കാര്യം പറഞ്ഞു. എന്തുകൊണ്ടാണ് മദ്രസ പീഡനം ഒരു വലിയ പ്രശ്നമായി വരുന്നത്? മദ്രസ പീഡനം തടയാനുള്ള എന്തെങ്കിലും ഒരു സാധനം മദ്രസയിലുണ്ടോ? ഒരു ഉസ്താദിന് മുന്നിൽ ഒരു വൾണറബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഈ കുട്ടികൾക്കുള്ളത്. ആ കുട്ടികളെ പീഡിപ്പിക്കാതിരിക്കാൻ എന്ത് ഇൻസ്ട്രക്ഷനാണ് അല്ലെങ്കിൽ എന്ത് ബോധമാണ് അവർക്ക് വരിക? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഒരു കുട്ടിയെ കാണുമ്പോൾ നമുക്കൊന്നും അങ്ങനെ തോന്നില്ല. ഇനി അഥവാ ഒരാൾക്ക് അങ്ങനെ തോന്നിയാൽ തന്നെ അവൻ ചിന്തിക്കുന്നതാണ് പോക്സോ. ആദ്യം മനസ്സിലേക്ക് വരിക അതാണ്. അതൊരു നിയമമാണ്, അത് ജയിലിൽ പോകും, വലിയ പ്രശ്നമാണ്, നാറ്റക്കേസാവും, ഇത്രയെങ്കിലും വരും. ഇന്ന് ഉസ്താദുമാരെ പിന്തിരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പിന്തിരിപ്പിക്കുന്ന ഒരു സാധനമുണ്ട്. പോക്സോ കേസല്ല. എന്താണെന്നറിയാം? CCTV ഒന്നല്ല. ഇതെങ്ങാനും ആ ടീമിൻ്റെ അടുത്തേക്ക് എത്തി അവരത് നാട്ടിൽ പാട്ടാക്കൂല്ലേ? ഏത് ടീം? നമ്മൾ. ഇതാണ് അവരുടെ പേടി. ഇതെനിക്കൊരു സുഹൃത്ത് അയച്ചതെന്നാണ്. ഒരു പള്ളി കമ്മിറ്റിയിൽ നടന്ന ചർച്ചയാണ്. അവരുടെ ഒരു മദ്രസയിൽ ഒരു കുട്ടീനെ ഇതേപോലെ പീഡിപ്പിച്ച കേസിൽ ഉസ്താദിനെ പൊക്കി. അപ്പോൾ അത് കമ്മിറ്റിയിൽ കുറേ എക്സ് മുസ്ലിങ്ങളും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കുറേ മുനാഫിക്കുകളാണല്ലോ ഇപ്പോൾ എല്ലായിടത്തും. ഓരോ വീട്ടിലും ഓരോ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞ അവസ്ഥയാണ്. അപ്പോൾ ഈ കമ്മിറ്റിയിലും എക്സ് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ മുനാഫിക്കുകളായിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയാണ്. ഇത് വളരെ മോശമായി പോയി, ഇതൊക്കെ പ്രശ്നമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ എന്തെങ്കിലും നമ്മൾ അടിയന്തരമായിട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ ഈ ഇതൊക്കെ ഇനി അങ്ങോട്ട് എത്തിയാണ്ടല്ലോ ആകെ പ്രശ്നമാവും, ആകെ നാറ്റക്കേസാവും, നമ്മുടെ മഹല് ആകെ നാറിപ്പോവും എന്നാണ് അതിനകത്ത് വോയിസ് മെസ്സേജ് എനിക്ക് അയച്ചു തരാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഒരു മദ്രസ മേഖലയിൽ ഇതുപോലൊരു പീഡനം തടയാൻ നമ്മുടെ നാട്ടിലെ നിയമം വർക്കൗട്ട് ആവുന്നില്ല. ഇത് സംബന്ധിച്ചത് പറഞ്ഞത് ഞാനോ അല്ല, KT ജലീലാണ് പറഞ്ഞത്. KT ജലീൽ പറഞ്ഞെന്താ, ഈ മയക്കുമരുന്ന് കടത്തിൽ മുസ്ലിങ്ങൾ കൂടുതലുണ്ട്, ഇത് തടയാൻ നമ്മൾ ഖാദിമാരെ കൊണ്ട് ചില എന്തോ സൂത്രപ്പണിയൊക്കെ ഒപ്പിക്കണം എന്നാണ് പുള്ളി പറഞ്ഞത്. അതായത് നമ്മൾ ഈ ജനാധിപത്യ മതേതര രാജ്യത്ത് ജീവിക്കെ, ഇവിടെ അതിനുള്ള ശക്തമായ നിയമങ്ങളുണ്ടായിരിക്കെ, അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒരു സാമാജികനായിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനായിട്ടുള്ള ഒരാൾ പറയുന്നത് എന്താണ്, നമുക്ക് കൂടുതൽ മദ്രസ വേണമെന്നാണ് പറയുന്നത്. ഒന്നാമതേ അവിടെ പാളി. ഇനി രണ്ടാമത് എന്താ പറഞ്ഞു വെക്കുന്നത്, ഇത് ഇനി ഇത്ര മതം പഠിപ്പിച്ചിട്ട് ശരിയായിട്ടില്ല എന്നും കൂടി സമ്മതിക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ പീഡനത്തിൽ സംഭവിക്കുന്ന എന്താണ്, ഉസ്താദുമാർക്ക് സത്യത്തിൽ ഒരു പ്രചോദനം തന്നെ മതം വെക്കുന്നുണ്ട്. കാരണം കുട്ടികൾ, മൃഗം, രോഗിയായി കിടക്കുന്നവർ, മാനസിക വൈകല്യമുള്ള ആളുകൾ, ശവം, ഇത്രയും സംഗതികളുമായി നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഇതൊരു തെറ്റാണെന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതൊന്ന് കുളിച്ചാൽ മതി, ശരിയാവും. ഇതാണ് പഠിപ്പിക്കുന്നത്. ഇത് നമ്മൾ പറയുമ്പോൾ ഇത് ഏത് മദ്രസയിലാണെന്ന് ചോദിക്കും. കൃത്യമായിട്ട് പറഞ്ഞാൽ ദിയോബന്ദ് മദ്രസ ദിയോബന്ദ് എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയുണ്ട്. അവിടെ പോവാ ചോദിക്കുക. അവിടുത്തെ കിതാബിൽ ഈ സാധനം എഴുതി വെച്ച് അവരവരുടെ ഫത്വ കൊടുക്കുന്ന ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്ന ഒരു സൈറ്റൊക്കെ ഉണ്ട്. അതിനകത്ത് ഇത് പച്ചയ്ക്ക് എഴുതി വന്നപ്പോഴാണ് നാട്ടുകാർ അറിയുന്നത്. അങ്ങനെ അത് അറിഞ്ഞതിൻ്റെ പേരിൽ നമ്മളുടെ രാജ്യത്തുള്ള NCPCR, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, അവർ ഈ സാധനം ഒരു പരാതിയായിട്ട് ലഭിക്കുകയും അവരത് അന്വേഷിക്കുകയും അതിൻ്റെ പേരിൽ ഈ സാധനം അവരുടെ സൈറ്റിൽ നിന്ന് റിമൂവ് ചെയ്തു. ഇതാണ് ഉണ്ടായത്. അപ്പോൾ ഈ മദ്രസയിൽ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനാണ് ഈ സംഗതി. ഇത് മദ്രസ അധ്യാപകരാകാൻ വേണ്ടി പോകുന്ന ഉസ്താദുമാരെ പഠിപ്പിക്കുന്ന സ്ഥലത്ത് അവർക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനാണ്. അപ്പോൾ ഇനി നിങ്ങൾ ആലോചിക്കുക, ആ ഉസ്താദിൽ മുന്നിൽ അങ്ങനെ ഒരു ചിന്തയുമായിട്ട് നടക്കുക, അങ്ങനെ ഒരു അധ്യാപനം അറിയുന്ന ഒരാളുടെ മുന്നിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു പൊള്ളൽ വന്നാൽ അതൊന്ന് പേസ്റ്റ് പരട്ടിയാൽ മതി എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ എന്താ ചിന്തിക്കുക, അത് പേസ്റ്റ് തപ്പിയാൽ മതി, ഇത്രയല്ലേ ചിന്തിക്കുള്ളൂ എന്ന് പറഞ്ഞ മാതിരി നിങ്ങളുടെ മുന്നിൽ ഒരു കുട്ടി വന്ന് നിങ്ങൾ പീഡിപ്പിക്കുന്നു.
നിങ്ങളുടെ മനസ്സിൽ അടുത്ത ചിന്ത എന്താണ്? കുളിക്കാൻ എവിടെ വെള്ളം, സോപ്പ് എവിടെ, ഇത്രയേ ഉള്ളൂ. ഇത് വെച്ചിട്ട് എങ്ങനെ നമുക്കിത് തടയാൻ പറ്റുമെന്ന് ഞാൻ ചോദിക്കുന്നത്. തടയാൻ കഴിയില്ല. അപ്പോൾ ഇത് പ്രശ്നം നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇത് മുഴുവൻ മറ്റേ ടീമാണ്, ഓൻ ഞമ്മൻ്റെ ആളല്ല എന്ന് പറഞ്ഞിട്ട് ഇതിൽ നിന്ന് തടിയൂരാനുള്ള ശ്രമം മാത്രമാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ. അല്ലാതെ യഥാർത്ഥ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ ഉള്ള വഴികളല്ല. അഡ്രസ്സ് ചെയ്ത് തന്നെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്ത് തന്നെ പോയാൽ ഇതിൽ പരിഹാരങ്ങൾ നമുക്ക് എത്തിക്കാൻ പറ്റും. അതുവരേക്കും നമ്മുടെ കുട്ടികൾ ലഹരിയായാലും പീഡനമായാലും മദ്രസ പീഡനമായാലും ഇതിൻ്റെയൊക്കെ ഇരകളാവാനുള്ള സാധ്യത ഇപ്പോഴും വളരെ അധികമാണ്. പ്രത്യേകിച്ച് ഞാൻ പറയാറ് ഈ മദ്രസ എന്ന് പറയുന്നത് ഒരു എലിപ്പെട്ടിയാണ്. എലിപ്പെട്ടി. കാരണം അതിനകത്തേക്ക് ഈ മാതാപിതാക്കൾ തന്നെയാണ് അവരതിലേക്ക് പറഞ്ഞു വിടുന്നത്. ആ കൂട്ടിലേക്ക് തള്ളിവിടാണ്. സാധാരണ എലി എങ്ങനെ ഓടി ഒളിക്കാനാണ് നോക്കുള്ളൂ. ഇത് എലിക്കുട്ടിയുടെ ബാപ്പയമ്മയും കൊണ്ട് കയറ്റി വിടുകയാണ് എലിപ്പെട്ടിയിലേക്ക്. ആ ചെല്ല്, അതിനകത്തൊരു ഉസ്താദും ഉണ്ട്. എന്ത് വേണേലും സംഭവിക്കാം. ഇന്ന് അതിനെ തടയാനുള്ളൊരു സംവിധാനം, ഇവിടുത്തെ നിയമ സംവിധാനം ഒരുക്കുന്നുണ്ടോ? അവിടെയും പരാജയമാണ്. കാരണം ഉസ്താദുമാരുടെ ഭാഗത്ത് നിന്ന് ഇത്രമാത്രം വ്യാപകമായിട്ടൊരു സംഗതി ഉണ്ടായിട്ടും അവരെ നിയമിക്കുന്ന സമയത്ത് ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തണം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇവിടെ ഇല്ല. അതിന് വേണ്ടിയിട്ട് ഒരു ഓർഡർ ഇട്ടു. കണ്ണൂരാണെന്നാണ് എൻ്റെ ഓർമ്മ. കണ്ണൂരാണോ കാസർഗോഡാണോ? അതിട്ടു. ആ ഇട്ട സമയത്ത് ആ ഉത്തരവിനെ തന്നെ അവർ വിളിക്കുന്നത് വിവാദ ഉത്തരവ് എന്നാണ്. വിവാദം ആയിക്കഴിയുമ്പോഴല്ലേ ഒരു വിവാദ ഉത്തരവ് എന്ന് പറയാം. ഇത് ഉത്തരവിൻ്റെ പേര് വിവാദ ഉത്തരവ് എന്നാണ്. എന്നിട്ടത് SDPIക്കാരെല്ലാവരും കൂടി അതിനെ പിരികേറ്റി ആ സാധനം അവിടെ നിന്ന് പിൻവലിപ്പിക്കുക. അത് ഒരു SP ആണ് അത് ഇട്ടത്. കാസർഗോഡാണെന്നാണ് എൻ്റെ ഓർമ്മ, അല്ലേ? യെസ്, SP ഇട്ട ഒരു ഉത്തരവ്. അതിനെ പിൻവലിപ്പിക്കുകയാണ്. ആരാ പിൻവലിപ്പിക്കുന്നത്? SDPIക്കാർ ആരെയാണ് പ്രതിദാനം ചെയ്യുന്നത്? മുസ്ലിം സമുദായത്തെ. അപ്പോൾ അവരെന്താ പറയുന്നത്? കുഴപ്പമില്ല, ഞങ്ങളെ കുട്ടികളെ ഉസ്താദ്മാർ വേണമെങ്കിൽ പീഡിപ്പിച്ചിട്ട് അതപ്പം നമ്മൾ നോക്കിക്കോളാം, ആയിക്കോട്ടെ എന്ന് പറയാല്ലാതെ വേറെ എന്താ നിവൃത്തി? ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഇതിനാരുത്തരം പറയും? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇത് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ മാനവിക വിരുദ്ധൻ. ആയിക്കോട്ടെ, ഇതിപ്പം ചൂണ്ടിക്കാണിക്കുന്നത് പറയുമ്പം നേരത്തെ പറഞ്ഞു KT ജലീൽ പറഞ്ഞു, ജിഫ്രി തങ്ങൾ പറഞ്ഞു, ഇവരൊക്കെ പറഞ്ഞതാണ് ആരിഫ് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പം ആരിഫിനെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആരിഫിൻ്റെ ഒരു ഇവരോടുള്ള സമീപനം ഉണ്ടല്ലോ, വിശ്വാസികളോടുള്ള സമീപനം, ഈ പറയുന്ന കാര്യങ്ങൾ ഒരുപോലെ ആണെങ്കിലും ഇത് അവിടേക്ക് എത്തുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. എനിക്ക് മാത്രമല്ല പലർക്കും ഉണ്ട്. കാരണം വെച്ചാൽ പലപ്പോഴും ഒരു അൺപാർലമെൻ്ററി ആയിട്ട് ചിലപ്പം ഭാഷകൾ ഉപയോഗിച്ചു എന്നൊക്കെ പറയുന്നത് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയില്ല, ചോദിക്കേണ്ട എന്താണ് ഉപയോഗിച്ച ഭാഷകൾ. ഒരു കാടടച്ച് വെടിവെച്ച ഒരാൾ അവിടെ സൈഡായിട്ട് ഇരിക്കുക. അവരോടുള്ള സമീപന രീതിയിൽ കുറച്ച് കുഴപ്പമുണ്ട്. അതായത് ആരിഫ് പൊതുവിൽ ഇപ്പം മുസ്ലിങ്ങളുടെ ഇടയിൽ ആരിഫ് നല്ല ചർച്ചാ വിഷയമാണ് ഒരു ഫാമിലിയിലൊക്കെ. പക്ഷേ എന്നാൽ പോലും ചിലപ്പോഴൊക്കെ ചില ഭാഷാ പ്രശ്നങ്ങൾ കൊണ്ട് അവർക്ക് കേൾക്കാനുള്ളൊരു ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ ഇരകളാണ്. അവരെ നമ്മൾ പരിഷ്കരിക്കുക, അവരോട് ആ ഒരു സംയമനത്തിൽ ആ ഒരു നല്ല ഭാഷയിൽ അവരോട് സംസാരിച്ച് കൊണ്ടുവരുന്നതിന് പകരം അവരെ ഇൻസൾട്ടിങ് ആ രീതിയിലേക്ക് കൊണ്ടുപോകുന്നത് മാറ്റം ഉണ്ടാക്കുമോ? ഒരു പരിഷ്കരണത്തിന് സാധ്യതയുണ്ടോ? വിഷമം വഴിഞ്ഞൊഴുകുക. രണ്ട് കാര്യമാണ് എനിക്കിതിൽ പറയാനുള്ളതും ചോദിക്കാനുള്ളതും. ഈ ഒരു വിഷമം ഇപ്പോൾ കോയ എന്ന് വിളിക്കുന്നു, അതൊരു വലിയ വിഷമാണെന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ചാണകസംഖി എന്ന് വിളിക്കുന്നതിൽ നിങ്ങൾക്കൊരു വിഷമം തോന്നാറുണ്ടോ? ഉണ്ടോ? ആർക്കെങ്കിലും തോന്നാറുണ്ടോ ഇവിടെ ഇരിക്കുമ്പോൾ? ഉണ്ടോ? സന്തോഷമേ ഉള്ളൂ. പിന്നെ എന്താണ് ഈ കുരുപൊട്ടി വരുന്ന മതവിശ്വാസികളെ കോയ എന്ന് വിളിക്കുന്നതിൽ നിങ്ങൾക്ക് എന്തിനാ വിഷമം? എനിക്കതാ മനസ്സിലാവാത്തത്. അവരതല്ലേ വിളിക്കേണ്ടുള്ളൂ. അത് ആരെയാണ് അഡ്രസ്സ് ചെയ്യുന്നതെന്നുള്ളത് അവർക്കും മനസ്സിലാവും. ഇപ്പം ചാണകസംഖ്യ എന്ന് വിളിക്കുമ്പോൾ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് ചാണകസംഖ്യക്ക് മനസ്സിലാവും. അത് അവർക്ക് വിടുക. അത് നമ്മളിങ്ങനെ ലേബൽ എഴുതിയിട്ട് ഇതേപോലെ ടാഗ് ഇട്ട് കൊടുക്കേണ്ട പരിപാടിയൊന്നുമല്ല. അത് നിങ്ങൾ എങ്ങനെയാണോ ചാണകസംഖ്യ എന്ന് വിളിക്കുന്നത് അങ്ങനെ തന്നെ ഈ സാധനം പറയുക. അതാ ഞാൻ ആദ്യം പറഞ്ഞത്, ഇത് ഈക്വൽ ആയിരിക്കണം. അവിടെ നിങ്ങൾ ഒരു അളവ് പോലെ സ്പെഷ്യൽ ഓർഡർ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. അതിനെയാണ് ഈ വോക്ക് വൈറസ് എന്ന് പറയുക. അപ്പോൾ നിങ്ങളവിടെ ഈ കുരുപൊട്ടിയ വിശ്വാസി, അത് ഇസ്ലാം മതത്തിൻ്റെ ഈ പേപ്പട്ടി മതം എന്നാണ് നമ്മൾ പറയുക, അതിൻ്റെ വിശ്വാസികൾക്ക് അത് അങ്ങനെ തന്നെയാണ് വരിക. ഒന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, സ്വീകരിക്കുമോ എന്നുള്ളതാണ് വിഷമം. സ്വീകരിക്കുന്നില്ല എന്നാണ് തോന്നുന്നതെന്നുമാണ് പറഞ്ഞത്. എത്ര ശതമാനം ആളുകൾ സ്വീകരിച്ചാലാണ് ഈ പരാതി ഒന്ന് മാറുക? അതൊന്ന് പറഞ്ഞുതരൂ. ഇപ്പം 100 പേരെ നമ്മളെടുത്തു, അതിൽ എത്ര ആളുകൾ സ്വീകരിച്ചാൽ ഈ പരാതി മാറും? ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറയുന്നത്, കേൾക്കുന്നുണ്ടാവില്ല എന്നുമാണ് പറയുന്നത്. ശരി, അപ്പോഴും ഞാൻ ചോദിക്കുന്നത്, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു 100 പേരെ നമ്മൾ എടുക്കുന്നു, മുസ്ലിങ്ങളായിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള 100 പേരെ നമ്മൾ എടുക്കുന്നു. അതിൽ എത്ര ആളുകൾ അതെടുക്കുന്നു എന്നൊരവസ്ഥ വന്നാൽ എനിക്ക് എൻ്റെ ശൈലി തുടരാം? നമ്മളത് പറയുന്നത് മാക്സിമം ആൾക്കാരിലേക്ക് എത്താനുള്ള ശ്രമം 50% നടത്തുക. 50% എത്തിയാൽ ഓക്കെ ആണോ?
ഏറെക്കുറെ നമ്മൾ എത്രത്തോളം നമുക്ക് 100% അത്രയും നല്ലത്, പക്ഷെ എത്രത്തോളം നമ്മൾ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. അതായത് നമ്മൾ ഉദ്ദേശം എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം റിവേഴ്സ് മദ്രസയല്ല. ഓക്കെ, അതായത് ഇങ്ങനെ ഇരുന്ന് ഒരാളെ പിടിച്ചിരിക്കുന്നു, അതിങ്ങനെ അവരെ ഉപദേശിച്ച് നേരെയാക്കാന്ന് പറയുന്നത് അല്ല നമ്മളെ പണി. അങ്ങനെ ഒരു സംഗതി നിങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ കാര്യങ്ങൾ ശരിയാകുമായിരുന്നു എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആദ്യം എൻ്റെ വാപ്പയമ്മ നേരെയാണ്, അവർ നേരെയായിട്ടില്ല. അപ്പം അത് അവിടെ നമ്മൾ മാറ്റി വെക്കുക. ഇനി അടുത്തത്, ഇതെങ്ങനെ ആളുകളിലേക്ക് എത്തും? ഞാൻ പറയുന്നു, നിങ്ങൾ പറയുന്നു, ഇവിടെ ഇരിക്കുന്നവർ പറയുന്നു, ഇതൊക്കെ ഓരോ ആളുകൾ കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങളെങ്ങനെയാണോ ഒരു സംഗതി കേട്ടത് എന്ന് പറഞ്ഞ പോലെ കേൾക്കാനുള്ള ഒരു വഴി അവർക്കും ഉണ്ട്. ഇതാണ് ഒരു പ്രമിസ്. 2, നിങ്ങളെങ്ങനെയാണോ ഒരു സംഗതി കേട്ടപ്പോൾ അത് ആലോചിച്ച് ചിന്തിച്ച് നിങ്ങളൊരു കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തു, അതിന് അനുകൂലമായതോ പ്രതികൂലമായതോ, അതേ കഴിവ് അവർക്കും ഉണ്ട്, അതും അവർക്ക് വിട്ടുകൊടുക്കുക. ഇനി മാറ്റമുണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. സമൂഹത്തിൽ ഒരു 100 മുസ്ലിമിനെ നമ്മൾ എടുത്തു, അതിൽ എത്ര പേര് ഇത് കേട്ടാലാണ് ഒരു മാറ്റത്തിനുള്ള സാധ്യത? ഇതും കൂടി നമ്മൾ അറിയണ്ടേ. ഇതിന് നമ്മളൊരു സോഷ്യൽ ടിപ്പിംഗ് പോയിന്റ് എന്ന് പറയും. ഓക്കെ, അതായത് നമ്മൾ സാധാരണ വിചാരിക്കുക ഒരു 50% ആളുകളെങ്കിലും ഒരു ആശയം ഉൾക്കൊണ്ടാലാണ് ഒരു മാറ്റം ഉണ്ടാവുമെന്നാണ് നമ്മൾ ധരിക്കാറ്. ശാസ്ത്രം അങ്ങനെയല്ല പറയുന്നത്. ശാസ്ത്രം പറയുന്നത് ഒരു 25% ആളുകൾ എടുത്താൽ മതി. നിങ്ങൾ 100 പേരോടൊരു കാര്യം പറയുന്നു, അതിൽ 25 പേരൊരു കാര്യം എടുക്കാൻ തയ്യാറായാൽ തന്നെ മാറ്റം വരും. ഇതാണ് സോഷ്യൽ ടിപ്പിംഗ് പോയിന്റ്. ആ ബിഹേവിയറൽ സയൻസ് പ്രകാരമുള്ള തിയറി അതാണ്. ഞാൻ പറയുന്ന സംഗതി മിനിമം ഒരു 35% ആളുകൾ എടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഐ എം ഓവർലി സക്സസ്ഫുൾ. അപ്പോൾ എടുക്കുന്നുണ്ട്. ഇനി ഇതെങ്ങനെ നമ്മൾ അറിയുന്നത്? ഞാൻ പറയാറുണ്ടല്ലോ, അതായത് ഓരോ വീട്ടിൽ ഓരോ എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഒരു സംഗതി. അത് ഞാൻ അന്ന് പറയുമ്പോൾ നമ്മളിതൊരു ഗോളായിട്ടാണ് വെച്ചത്. പക്ഷേ ഇന്ന് ഞാനതൊരു ഗോളായിട്ടല്ല കാണുന്നത്. ഇന്നത് ഒരു അക്കംപ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സാധനമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇന്ന് നമ്മുടെ ഗോൾ എന്താ? ആ ഒരു എക്സ് മുസ്ലിമിലൂടെ 2nd or 3rd എക്സ് മുസ്ലിം അതേ വീട്ടിലുണ്ടാവുക എന്നുള്ളതാണ്. അതിനുള്ള സാധ്യതയാണ് ഇന്ന് നിലനിൽക്കുന്നത്. അതിന് വർത്തിക്കുന്നത് ആരാ? ഞാനല്ല, ആദ്യം ഉണ്ടായ എക്സ് മുസ്ലിമാണ്. അപ്പോൾ നമ്മൾ ഒരു എക്സ് മുസ്ലിം മദ്രസയുമായിട്ട് ഇരുന്നാൽ, ഒരു റിവേഴ്സ് മദ്രസയായിട്ട് ഇരുന്നിരുന്ന് നടക്കില്ല. അതിന് പകരം ഈ സമൂഹത്തിലുള്ള ഓരോ ആൾക്കും ഇതേ കാര്യങ്ങൾ പറയാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക, അതിനെ അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കുക, അവർക്ക് ഇതിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കാണിച്ചു കൊടുക്കുക. ഇത്രേ നമ്മൾ ചെയ്യേണ്ടുള്ളൂ. ഇത് ആർക്കും ചെയ്യാവുന്ന കാര്യമാണ്. ഇതേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഈ ഒരു സോഷ്യൽ ഒരു എൻജിനീയറിങ് അവിടെ നടക്കുന്നു എന്ന് തിരിച്ചറിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വാക്കും പ്രവൃത്തിയും നോട്ടവും ഒക്കെ പ്രശ്നമായിരിക്കും. ഇത് തിരിച്ചറിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1, 2 ഇതിൻ്റെ ഔട്ട്കം മെഷറബിൾ ആവുന്ന രീതിയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം കൂടി ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു ശൈലി തുടരുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം. ഓക്കെ, എന്നാ ഇതിൻ്റെ ഉപചോദ്യങ്ങളിലേക്ക് പോയിട്ട് സമയം കളയുന്നത് ഏകദേശം 6 മണി കഴിഞ്ഞു. നമുക്ക് ചെറിയ കുറച്ച് ചോദ്യങ്ങളെങ്കിൽ തന്നിട്ടുണ്ട്. എന്നാലും അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. തുടക്കത്തിൽ പറഞ്ഞത് ചോദ്യം ഇല്ല എന്നാണല്ലോ. കുറച്ച് ചോദ്യങ്ങളിങ്ങനെ ഞാൻ അടുത്ത് വെറുതെ നോട്ട് ചെയ്ത് വെച്ചാണ്. ഈ കുറച്ച് നാൾ മുമ്പൊക്കെ നമ്മൾ യുക്തിവാദി നിരീശ്വരവാദി എന്നൊക്കെ പറയുമ്പോൾ അടുത്ത ചോദ്യം വരുന്നത് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണോ എന്നാണ്. ശരിക്കും ഈ കമ്മ്യൂണിസത്തിന് ഈ യുക്തിവാദമോ ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ്, നിരീശ്വരവാദമായിട്ട്. നിങ്ങൾ കമ്മ്യൂണിസ്റ്റാ എന്ന ചോദ്യം ചോദിക്കണമെങ്കിൽ ഇന്ന് കമ്മ്യൂണിസ്റ്റുകാരെവിടെ? അതാണല്ലോ പ്രശ്നം. ഇന്ന് കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ വല്ല മാതാ അമൃതാനന്ദമയുടെ ഓഫീസിൽ വല്ലതും പോകണം, അവിടെ കാണും. അത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ഫേസ് ചെയ്യുന്ന ചോദ്യം എന്താണെന്നറിയോ? നിങ്ങൾ BJP എന്നുള്ളതാണ് അവർ കേൾക്കുന്നത്. അവരാദ്യം അത് ഡീൽ ചെയ്യട്ടെ, അതിനൊരു തീരുമാനം അവിടെ ആവണ്ടേ. അപ്പം ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഈ സ്വതന്ത്ര ചിന്ത എന്ന് പറയും, നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റുകാർ വിടുക, ഈ സ്ത്രീ വിദ്യാഭ്യാസം, ഓക്കെ, ഈ ഒരു സാധനം നമ്മൾ എടുക്കുക. ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ അതൊരു വലിയ വിഷയമായിട്ട് നിന്ന ഒരു സാധനമാണ്, പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ ഇടയിൽ. മാളിയേക്കൽ മറിയുമ അതിവിടെയല്ലേ അല്ലേ? യെസ്, മാളിയേക്കൽ മറിയുമ. അവരുടെ ചരിത്രം നിങ്ങൾ നോക്കിയാൽ അറിയാം. അതായത് അവർ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അവർ കേരളത്തിൽ ആദ്യത്തെ ഇംഗ്ലീഷ് പഠിച്ച മുസ്ലിം വനിതയാണെന്നാണ് അവർ പറയുന്നത്. അവരുടെ ഫാമിലി, അവരുടെ വാപ്പ ഒരു ഭയങ്കരമായ മനുഷ്യൻ, ഒരു പിശാചിൻ്റെ പെട്ടി എന്നൊക്കെയാണ് അവരുടെ വീട്ടിൽ ഒരു റേഡിയോയോ TV എന്തോ വാങ്ങിച്ചു കൊടുത്തതിനെ കഥയൊക്കെ കേട്ടിട്ടുണ്ടോ. എന്നുവെച്ചാൽ അവർ വളരെയധികം ഫോർവേഡായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോയ ഒരാളാണ്. അപ്പോൾ അന്ന് സമസ്തയൊക്കെയാണ് ഇവിടെ ഉള്ളത്, 1930s.
അപ്പോൾ ആ സമയത്ത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരികയും അങ്ങനെ ഇരുത്തിയാൽ പോരാ എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് വന്നത് ആരാ? ഇവിടുത്തെ ഈ സലഫി വിഭാഗമാണ്, പ്രത്യേകിച്ച് ഈ ജമാഅത്ത് ഇസ്ലാമിയും അത് ആ ടീമുമായിട്ട് കണക്ട് ചെയ്ത് കുറേ ആളുകൾ. അപ്പോൾ അവർ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ വന്നത്. ഇന്ന് നിങ്ങൾക്ക് സലഫികളെ നോക്കിയിട്ട് നവോത്ഥാന നായകന്മാരെന്ന് വിളിക്കാൻ പറ്റുമോ? ഇന്ന് അവരുടെ അവസ്ഥ ഇന്ന് മൂത്രം കഴിച്ചിട്ട് പാൻറ്റിൻ്റെ സിബ് ഇടുന്ന സമയത്ത് ജിന്ന് കൊടുങ്ങുമെന്ന് പറഞ്ഞ ടീമാണ് ഇന്ന് അവർ. ഇതാണ് അവരുടെ അവസ്ഥ. മേശ വലിപ്പം അടയ്ക്കുമ്പോൾ സൂക്ഷിച്ചടയ്ക്കണം, ജിന്നിൻ്റെ കൈ കൊടുങ്ങും. ഇതൊക്കെയാണ് ഇന്ന് മുജാഹിദ് ടീം പറയുന്നത്. അപ്പോൾ ഒരു കാലത്ത് അവർ സ്ത്രീ വിദ്യാഭ്യാസം നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞു വന്ന ആളുകൾ ഇന്ന് അവർ ഇവോൾവ് ചെയ്തിട്ട് എത്തി നിൽക്കുന്നത് ജിന്നിൻ്റെ കൈ കൊടുങ്ങുമെന്ന് പറയുന്ന അവസ്ഥയിലാണ്. എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ മറ കെട്ടിയിട്ട് സ്ത്രീകൾ ഇരുത്തുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ഇതേ മുജാഹിദ് വിഭാഗത്തിൽ നിന്ന് വരുന്ന ആളുകളാണ്. എന്ന് പറഞ്ഞ മാതിരി ഇത് ഈ സമൂഹത്തിൽ വേറെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറുള്ള ഇത്തരം ആശയങ്ങളുടെയൊക്കെ ഒരു പൊതു സ്വഭാവമാണ് സമൂഹത്തിലുള്ള ചില പ്രശ്നങ്ങൾ അവർ റാഞ്ചിയെടുക്കും, എന്നിട്ട് അത് അവരുടെ വഴി വെട്ടാനുള്ള ഒരു ഉപകരണമാക്കി അതിനെ മാറ്റും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരു കാലത്ത് ഈ പറയുന്ന തീവ്ര ഇസ്ലാമിക സംഘടനകൾ നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചത് ഇതേ സാധനമാണ്. ഈ സ്ത്രീ വിദ്യാഭ്യാസം, അവരുടെ പിന്നോക്കാവസ്ഥ, ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള പോരാട്ടം, ഇതൊക്കെ പറഞ്ഞാണ് അവർ ഇറങ്ങി വന്നത്. പക്ഷെ ഇന്ന് അവർ തന്നെ ഇതിൻ്റെ വക്താക്കളായിട്ട് മാറുക മാത്രമല്ല, ഇന്ന് താലിബാനിസ് അവർ ഇവിടെ ഇറക്കുന്ന ആളുകളായിട്ട് മാറി. ഇനി ഇടതുപക്ഷം, കമ്മ്യൂണിസ്റ്റ് ആശയം, അവരുടെ പ്രശ്നം എന്താണ്? അവർ ഇവിടെ വന്നത് മുതലാളിത്ത സംഗതിയെ എതിർക്കുക, അതേപോലെ നാട്ടിലുള്ള സമത്വമില്ലായ്മ, അസമത്വങ്ങളെ ഫൈറ്റ് ചെയ്യുക, മാനവിക വിരുദ്ധതയെ ഫൈറ്റ് ചെയ്യുക, ഇതൊക്കെ പറഞ്ഞാണ് അവർ വന്നത്. പക്ഷെ ഇന്ന് അവരതിൻ്റെ വക്താക്കളായിട്ട് മാറാണ്. ഇന്നിപ്പോൾ ഒരു പോസ്റ്റ് ലെഫ്റ്റ് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് മാർക്സിസ്റ്റ് ഒരു ഇറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവരുടെ ഇന്നത്തെ ആയുധം എന്ന് പറയുന്നത് ഐഡന്റിറ്റി പൊളിറ്റിക്സ് ആണ്. അതിലാണ് ഈ പറയുന്ന ജാതീയത, അതേപോലെ മുസ്ലിം മൈനോറിറ്റി പൊളിറ്റിക്സ്, അപ്പീസ്മെന്റ്, ഇതൊക്കെ ഇന്ന് കൂടുതൽ വരുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഇത് ഈ കഴിഞ്ഞ ഒരു 2000-ന് ശേഷം വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഇവോൾവ് ചെയ്യും. ഇത് റെവല്യൂഷണറി ആയിട്ടുള്ള ഇത്തരം ഫോഴ്സുകളുടെ, ഇത്തരം സംഘടനകളൊക്കെ പൊതുസ്വഭാവമാണ്. ഇപ്പം നമ്മൾ ഈ ജമാഅത്ത് ഇസ്ലാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് അവരാണ് ഏറ്റവും കൂടുതൽ ഈ സാധനങ്ങൾ കൈയാളുന്ന മറ്റൊരു കൂട്ടം എന്ന് പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകാരോടൊപ്പം നിൽക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അവരൊരു മത്സരമാണ് രണ്ട് ടീമായിട്ട്. സമൂഹത്തിലുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ ജാതി വിവേചനം സംബന്ധിച്ചുള്ള വിഷയങ്ങൾ, ദളിത് എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും കൂടുതൽ നിലവിളി ജമാഅത്ത് ഇസ്ലാമിക്കാരായിരിക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ആളുകളുടെ നിലവിളി പോലും പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ ഈ രീതിയിലാണ് ഇവർ കാര്യങ്ങളെ കൈയാളി. ഗെയിൽ പൈപ്പ് ലൈൻ, അതിനെതിരെയുള്ള സമരം ഏറ്റെടുക്കുന്നവരായിട്ടും, അല്ലെങ്കിൽ കൊക്കക്കോള വിഷയമായാലും, ഇങ്ങനെയൊക്കെയുള്ള സാമൂഹികമായ വിഷയങ്ങൾ ഇവരുടെ വിഷയമാക്കി ഇവർക്ക് കാലുകുത്താനുള്ള വഴി ഉണ്ടാക്കാനുള്ള സാധനമായിട്ട് മാറ്റും. അപ്പോൾ നമ്മളെപ്പോഴും ഒരു 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 വിജിൽ നമുക്ക് വേണം, ഒരു ശ്രദ്ധ, ഒരു ജാഗ്രത. ആ ജാഗ്രത എന്തിനാണ്? യഥാർത്ഥത്തിൽ ഇവരുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളത്, ഇത്രയ്ക്കും പ്രശ്നം യഥാർത്ഥത്തിലുണ്ടോ എന്നൊരു ചോദ്യം അവിടെ വെക്കേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. ഇത് കുറച്ച് എന്താ പറയുക, ഇൻഫ്ലേറ്റഡ് അല്ല, ഇത് അനാവശ്യമായിട്ട് ഊതി വീർപ്പിച്ചിട്ടുള്ള ചില പ്രശ്നങ്ങളായിട്ട് ഇവർ മാറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മളിവിടെ അന്വേഷിക്കേണ്ടത്. അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് ഇവരെ തനി സ്വഭാവം പുറത്തേക്ക് വരിക. അതാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരിൽ നമ്മൾ കണ്ടത്. പക്ഷേ ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ, ഇതൊക്കെ കുറച്ച് കാലമേ നിങ്ങൾക്ക് അഭിനയിച്ച് കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. ഈ തനി ഇവരുടെ ലക്ഷ്യം അത് പുറത്ത് ചാടിക്കഴിയുമ്പോൾ ആണ് നമ്മൾ ഈ പറയുന്ന അമ്പലത്തിൽ പോയി വീഴുന്നവരായിട്ടും, അയ്യപ്പ സംഗമം നടത്തുന്നവരായിട്ടും, അതല്ലെങ്കിൽ ഇതേപോലെ മറ കെട്ടുന്നവരായിട്ടും, ജിന്നിൻ്റെ പിന്നാലെ പോകുന്നവരായിട്ടും ഒക്കെ മാറുന്നത് അങ്ങനെയാണ്. അല്ലെങ്കിൽ ഇടയ്ക്കാണെങ്കിൽ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിനെ പറയുകയാണെങ്കിൽ അവർ മതരാഷ്ട്രവാദം പോലും എടുത്ത് പറയുന്നത് അവിടെയാണ്. അവരുടെ യഥാർത്ഥ ലക്ഷ്യം അതാണ്. അതിനുള്ള വഴി മാത്രമായിട്ടാണ് ഇതൊക്കെ മാറുന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ഇന്ന് മാറിയില്ലെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാം, മാറിയിട്ടൊന്നുമില്ല. അവരുടെ തനി സ്വഭാവം ഇപ്പോഴാണ് വെളിച്ചത്ത് വന്നത്. ഇതാണ് അതിൽ കാരണം അവർക്ക് വേണ്ടത് പവറാണ്. ആ പവറിന് വേണ്ടുള്ള ഏത് വഴി അവരെടുക്കും. ഇന്ന് അവരുടെ മുന്നിലുള്ള വഴി എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള ചില മാറ്റങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് അവരെ നോക്കിയിട്ട് നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണോ എന്നുള്ള ചോദ്യം അവരും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനാണ്, പാർട്ടി മെമ്പറാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മളിപ്പം ഒരു എക്സ് കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ കണ്ടു ആരിഫിൻ്റെ പോസ്റ്റിൽ. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടീനെ നമ്മളിങ്ങനെ തകർക്കുക വഴി ആ സ്പേസിലേക്ക് ഈ ഭരണത്തിലായാലും എവിടെയാണെങ്കിലും കയറി വരുന്നത് ഈ മതരാഷ്ട്രീയ പാർട്ടിക്കാരില്ലേ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്കത് ഇതിനേക്കാൾ കൂടുതലൊരു അപകടത്തിലേക്കല്ലേ ഉണ്ടാവുക കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാകുമ്പോൾ. അത് നിങ്ങൾ ഈ സാധനം അതിൻ്റെ ഒരു യഥാർത്ഥ ചിത്രം ഒന്നുകൂടി ഒന്ന് മനസ്സിലാക്കിയാൽ മനസ്സിലാവും. കമ്മ്യൂണിസ്റ്റ് ഭരണം ഇല്ലെങ്കിൽ മതരാഷ്ട്രം പാർട്ടികൾ അല്ലെങ്കിൽ ഈ മത
ബേസിസ് ഉള്ള സാധനങ്ങൾ കൈയടക്കുകയല്ല ചെയ്യുന്നത്. മത ലക്ഷ്യമുള്ള പാർട്ടികൾ അവർക്ക് സമൂഹത്തിൽ വേറുറപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റുകാരുടെ പുറത്ത് കയറി നടക്കുകയാണ് ചെയ്യുന്നത്. അതാണ് സംഭവിച്ചിട്ടുള്ളത്. ഉദാഹരണം ഇറാൻ, ഉദാഹരണം ഈജിപ്ത്, ഉദാഹരണം അഫ്ഗാനിസ്ഥാൻ, ഏത് വേണേലും നിങ്ങൾക്ക് എടുക്കാം. ഈ 3 സ്ഥലത്ത് മാത്രം നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരെ കൂട്ടിയിട്ട് പൊതുരെ തല്ലിക്കൊന്നിട്ടുള്ളത് ഇസ്ലാമിസ്റ്റുകളാണ്. ഇത് തല്ലുന്നതിന് തൊട്ട് മുന്നേ വരെ ഇവർ രണ്ടുപേരും പക്കാ ദോസ്തുകളായിരുന്നു. ഇവർ തോളിൽ കൈയിട്ടാണ് രണ്ടുപേരും നടന്നിരുന്നത്. നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഒരു വാക്ക് തന്നെയുണ്ട്, ഇന്തിഫാദ എന്ന് പറയുന്ന ഒരു വാക്ക്. ഈ വാക്ക് തന്നെ ഉദയം ചെയ്യുന്നത് ഈജിപ്തിലാണ്. ഈ വാക്ക് സംഗതി ഈജിപ്തിലായതുകൊണ്ട് തന്നെ അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ അറബിയാണല്ലോ പറയുക. അപ്പോൾ അവരന്ന് അവിടെ ഈ പറയുന്ന റെവല്യൂഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയുടെ അന്ന് അവരവിടെ ഉപയോഗിച്ച വാക്കാണ് ഈ ഇന്തിഫാദ എന്ന് പറയുന്നത്. ആ സാധനമാണ് പിന്നീട് നമ്മളുടെ ഈ പറയുന്ന പാലസ്തീനിയൻ കോസിലേക്ക് വന്നപ്പോൾ അവരത് കോപ്പി ചെയ്തെടുക്കുന്നത്. അപ്പോൾ എവിടുന്ന് ഈ സാധനം വന്നത്? കമ്മ്യൂണിസ്റ്റുകാർ കൊടുത്ത വാക്കാണത്. പക്ഷേ ഇന്ന് കമ്മ്യൂണിസ്റ്റുകാർ അത് ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷേ അതിന് ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇസ്ലാമിസ്റ്റുകളാണ്. എങ്ങനെ അവർക്ക് ഉപയോഗിക്കാൻ പാകത്തിനായത്? അന്നുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റുകാർ കൂട്ടത്തോടെ കൊന്നുതള്ളുക എന്ന് പറഞ്ഞാൽ ചില്ലറ തള്ളലൊന്നുമല്ല. ഈവൻ സദ്ദാം ഹുസൈൻ അടക്കം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ മതരാഷ്ട്രവാദം ഉള്ള ആളുകൾ കൈയടക്കുകയല്ല ചെയ്യുന്നത്. മതരാഷ്ട്രവാദം കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് അവരുടെ വഴി എളുപ്പമാക്കി കൊടുക്കുന്ന ഒരു, പറയണമെന്ന് തോന്നുന്നത്, യൂസ്ഫുൾ ഇഡിയറ്റ്സ് എന്നാണ് നമ്മൾ സത്യത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെ വിളിക്കേണ്ടത്. ഇന്ന് അങ്ങനെയാണ് ലോകത്ത് ഇടതുപക്ഷം പൊതുവിൽ അറിയപ്പെടുന്നത്, യൂസ്ഫുൾ ഇഡിയറ്റ്സ്. ഓക്കെ. പിന്നെ ഇസ്രായേൽ പാലസ്തീൻ വിഷയം നേരത്തെ വിഷമായില്ലല്ലോ അല്ലേ? എനിക്ക് ഇത് ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും നമ്മുടെ നാട്ടിലൊരു ഇത്ര അടുത്തുനിന്ന് കേൾക്കുന്ന ആദ്യമായിട്ടാണ്. എനിക്ക് തോന്നുന്നു പിന്നെ ആരിഫിന് എപ്പോഴും കിട്ടുന്നൊരു ചാപ്പയാണ് സംഘിച്ചാപ്പ. അപ്പം ഈ കയ്യടികളിലും എനിക്കൊരു ആ ഒരു ടച്ച് വരുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. ഇവരൊക്കെ അങ്ങനെ ആ രീതിയിൽ എടുക്കരുത്. പക്ഷെ പിന്നെ അത്തരം ഇസ്ലാമിനെയും കമ്മ്യൂണിസത്തെയും കൊട്ടുമ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത കയ്യടികൾ കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ അത്തരം ഒരു, അതായത് സംഘി ഫണ്ടിൽ പ്രവർത്തിക്കുന്ന ഒരാളാണെന്നൊക്കെ ഒരുപാട് കമന്റുകൾ. എന്ന് വെച്ചാൽ ഇപ്പൊ കയ്യടിച്ചവരൊക്കെ സംഖ്യകളാണെന്നാണോ പറഞ്ഞു വെച്ചത്? ഇവിടെ എത്ര ഇപ്പൊ നിങ്ങളൊക്കെ സംഖ്യയില്ലേ? ഇതാണ് നമ്മളൊരു കാര്യം വസ്തുത പറഞ്ഞ അപ്പൊ സംഖ്യയാവും. ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ആ ഒരു കയ്യടികൾ, കുറേ കാര്യങ്ങൾ 1 മണിക്കൂറോളം സംസാരിച്ചിട്ട് നമ്മൾ കയ്യടി കിട്ടുന്ന ചില കാര്യങ്ങൾ, അത് നമ്മൾ ഒരു കയ്യടി റഫീഖിന് കൊടുക്കൂ പ്ലീസ്. ഇപ്പൊ ശരിയല്ലേ? ആയിക്കോട്ടെ. ശരിക്കും സംഖ്യകളിൽ നിന്ന് ഫണ്ട് കിട്ടുന്നുണ്ടോ? അതൊരു ചോദ്യമാണ്. ഞാനത് കുറെ കിട്ടിയിട്ടുണ്ട്. ശരി, എത്ര കിട്ടിയത്? 10 രൂപ. കളഞ്ഞ് കുറച്ച് കൂട്ടിപ്പറ. 10 lakh. ഓ ശരി, കുറച്ച് തരണം കേട്ടോ. ഞാൻ പറഞ്ഞത് ഈ സംഘി ഫണ്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ നേരിട്ട് അവരോട് ചോദിച്ചിട്ടുണ്ട്. സത്യത്തിൽ നിങ്ങൾ വല്ല ഫണ്ടും കൊടുക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കുറച്ച് അത്യാവശ്യം ഉണ്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞു. കാരണം ഇത് എല്ലാവരും പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് അഖിലയുടെ വീട്ടിൽ പോകാനുള്ളൊരു അവസരം ഉണ്ടായി. അഖിലയുടെ വീട്ടിൽ പോയപ്പോഴാണെന്ന് മനസ്സിലാവുന്നത്. അപ്പം ഞാനന്ന് അവരോട് ചോദിച്ചൊരു കാര്യമാണ്, ഈ ഒരു സംഗതി നേരെ ഓപ്പോസിറ്റാണ് ഉണ്ടായെന്ന് വിചാരിക്കുക. അതായത് അഖില അന്ന് ഈ BJP അല്ലെങ്കിൽ ഈ RSS സംഘപരിവാർ സർക്കിളിലാണ്, അവരുടെ ഒരു നിരീക്ഷണത്തിലും സംരക്ഷണത്തിലൊക്കെയാണ് അന്ന് അവരവിടെ നിലനിൽക്കുന്നത്. സെയിം സംഗതി ഒരു ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പിൻ്റെ ഒരു അണ്ടറിലായിരുന്നു എന്ന് വിചാരിക്കാം. ഈ വീടൊന്നും ഇങ്ങനെ ആയിരിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. കാരണം അവരിപ്പോഴും നമ്മൾ അവരുടെ തിണ്ണയിലേക്ക് കയറുമ്പോൾ ഒരു ഇതുപോലെ ഒരു കസേര, നമ്മളെ സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കസേര ഒരെണ്ണം ഇടാനുള്ള ഗ്യാപ്പേ ഉള്ളൂ. അങ്ങനത്തെ ഒരു വളരെ ചെറിയൊരു വീടും വളരെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു ആൾക്കാർ എന്ന് വെച്ചാൽ അത്രയും ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരു അവസരത്തിലാണ് അവർ ഇത്രയും വലിയൊരു നിയമ പോരാട്ടത്തിന് വേണ്ടി വരുന്നതും ഇതൊക്കെ നമ്മൾ കാണുന്നത്. ഇത് നേരെ തിരിച്ചായിരുന്നുണ്ടെങ്കിൽ ഇങ്ങനെയല്ല സംഭവിക്കുക എന്നുള്ളത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന കാര്യമാണ്. കാരണം നമ്മൾ ഇത്തരം സംഗതികളിലൂടെ വന്നിട്ടുള്ളതാണ്. ഇങ്ങനെ ഫേസ് ചെയ്യുന്ന ആളുകളെ എങ്ങനെയാണ് ഇത്തരം സംഘടനയിൽപ്പെട്ടിട്ടുള്ള ആളുകൾ വീട് വെച്ച് കൊടുക്കാനും പൈസ കൊടുത്തുകൊണ്ട് സംരക്ഷിക്കാനൊക്കെ മുന്നോട്ട് വരുന്നതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയുന്നതാണെന്ന് മാത്രമല്ല, സക്കാത്തിൻ്റെ അവകാശികളിൽ ഒരു കൂട്ടം ആളുകൾ എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിനോട് അടുത്ത് വന്ന ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ പുതിയതായിട്ട് ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ള ആളുകൾക്ക് സക്കാത്ത് കൊടുക്കുക. ഇതൊക്കെ ഇസ്ലാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മെയിൻ പണിയാണ്. എന്നുവെച്ചാൽ മതത്തിലേക്ക് ആളെ കൂട്ടുക എന്നുള്ളത് ഇവരുടെ പണിയായതുകൊണ്ട് അതിനു വേണ്ടി ഫണ്ട് സ്ഥിരമായിട്ട് കൊടുക്കുക എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇത് ഇപ്പുറത്ത് നമുക്ക് കാണാൻ കഴിയുന്നില്ല.
അതേപോലെ ഏതൊരു മേഖലയിലൂടെ പോകുമ്പോഴും നമ്മളിത് കേൾക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഒരു വശത്ത് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളൊരു ധാരണ നിങ്ങൾക്കുള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മളിത് ചെയ്യുമ്പോൾ അതും ഇതുകൊണ്ടായിരിക്കും, ഈ ഫണ്ട് ഉള്ളതുകൊണ്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത് എന്ന ഒരു സ്വാഭാവികമായൊരു സംശയം അതാണ് അവിടുന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളത് കാര്യമായിട്ട് എടുക്കാറില്ല എന്നതാണ്. എന്നാലും ഇനി ഉണ്ടോയെന്നുള്ള ഒരു സംശയം നമുക്കും തീർക്കാൻ വേണ്ടിയാണ് നേരിട്ട് ചോദിച്ചത്. അപ്പോഴും ആശ അവിടെ ബാക്കിയായി. ഇനി ഇതിൽ വേറൊരു കാര്യം കൂടി ഉള്ളത്, ഇങ്ങനെ ഒരു ഫണ്ടിങ്ങിൻ്റെ വിഷയം വരുമ്പോൾ നമ്മളിവിടെ സാധാരണ പറയാറുണ്ട്, ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ NIA അതുപോലെ ED ഒക്കെ പുറത്തേക്ക് വിട്ട ചില കണക്കുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കേരളത്തിൽ നിന്ന് മാത്രമാണ് 10,000-ഓളം ബാങ്ക് അക്കൗണ്ട്സ് ഫ്രീസ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. എവിടുന്ന് എന്തിനാണ് ഈ ഫണ്ട് മുഴുവൻ ഇങ്ങോട്ടേക്ക് സൈഫൺ ചെയ്യുന്നത്? ഇവിടുത്തെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇതിനു വേണ്ടിയിട്ടാണ് ഈ പണി മുഴുവൻ ഒപ്പിച്ചിട്ടുള്ളത്. ഇതേപോലെ വേറെ എവിടെയെങ്കിലും ഇത്തരം സംഗതികൾ നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇതിനു വേണ്ടി ഇത്രമാത്രം ഓർഗനൈസ്ഡ് ആയിട്ട് ചില ഫണ്ടിങ്, ഹവാല പരിപാടിയും ഇടപാടും ഇത് നമ്മൾ കാണുന്നില്ല. കാണുന്നത് മുഴുവൻ ഇപ്പോഴത്തെ സൈഡിൽ മാത്രമാണ് എന്നതുകൊണ്ട് തന്നെയാണ് നമ്മളത് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഇനിയും പറയും. അതിൻ്റെ പേരിൽ നിങ്ങൾക്കും അതുള്ളതുകൊണ്ടാകാം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്കൊന്നും പറയാനില്ല. അത് നിങ്ങളുടെ ഒരു ആശയമായിട്ട് ഇരിക്കട്ടെ എന്നുള്ളത്. ഇനി അഥവാ ആർക്കും കിട്ടിയാൽ കുറച്ച് ഷെയർ തന്നാൽ നല്ല കാര്യം. ഓക്കെ. ഫണ്ട് കിട്ടുന്നില്ലെങ്കിലും ഈ സംഘപരിവാരത്തിന് മുസ്ലിങ്ങളോട് എന്തെങ്കിലും പ്രത്യേകം താല്പര്യമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഫണ്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി പറയാം. നമുക്ക് ഫണ്ട് തരുന്നില്ല എന്ന് സ്ഥാപിച്ചൊരു വ്യക്തിയുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ. അത് മുജാഹിദ് ബാലുശ്ശേരിയാണ്. മുജാഹിദ് ബാലുശ്ശേരി അത് എപ്പോഴാണ് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, MM അക്ബറും ജബ്ബാർ മാഷും തമ്മിൽ നടന്ന സംവാദം ഓർക്കുന്നുണ്ടാവും. മലപ്പുറത്ത് വെച്ച് നടന്നതാണ്. ആ സംവാദത്തിൽ MM അക്ബറിൻ്റെ മുന്നിലൊരു സ്ക്രീൻ, അവർ ഒരു ഡെസ്ക് പിടിച്ചിട്ട് അവിടെ ഒരു 3 മോണിറ്ററൊക്കെ വെച്ചിട്ട് അവിടെ ഒരു 3 പിള്ളേർ ഇരിക്കുന്നു. MM അക്ബർ പറയുന്ന സമയത്ത് അതാത് സമയങ്ങളിൽ ഇപ്പുറത്തെ സാധനങ്ങൾ ഡിസ്പ്ലേയിൽ വരുന്നു. ഫുൾ സെറ്റപ്പിലാണ്. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് അവിടെ ഒരു വലിയൊരു സ്ക്രീൻ, ഒരു പ്രൊജക്ടർ, അതൊക്കെ അവർ തന്നെ അറേഞ്ച് ചെയ്യുന്നു. പിന്നെ അത് വലിയ തോതിൽ സെറ്റപ്പ്. ഇപ്പുറത്ത് ജബ്ബാർ മാഷ് ഒരു ലാപ്ടോപ്പ്, കൂടെ ലാപ്ടോപ്പിൻ്റെ ആ വയറ് ലൂസ് കോണ്ടാക്റ്റ് ഉള്ളത് കാരണം അത് ഇടയ്ക്കിടയ്ക്ക് പിടിപ്പിക്കാൻ ഞാൻ കയ്യാളായിട്ട് സൈഡിൽ. ഇതായിരുന്നു നമ്മളുടെ കാഴ്ചപ്പാട്. ഇതെല്ലാം കഴിഞ്ഞ് ജബ്ബാർ മാഷ് കുറേ വെള്ളം കുടിച്ചു, അതുകൊണ്ട് ആ സംവാദത്തിൽ തോറ്റു എന്ന് പറഞ്ഞിട്ട് അവസാനം വൈകിട്ട് മുജാഹിദ് ബാലുശ്ശേരി ഒരു വീഡിയോ ചെയ്തു. അതിൽ മുജാഹിദ് ബാലുശ്ശേരി പറയുന്നതാണ്, നിങ്ങൾ എന്തുകൊണ്ട് യുക്തിവാദികളാണ്, നിങ്ങൾക്ക് ഫണ്ട് കിട്ടുന്നതെന്നൊക്കെ പറയുന്നത് വെറുതെ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഉണ്ടായിരുന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് 2 ലാപ്ടോപ്പെങ്കിലും വാങ്ങിച്ചു വെച്ചൂടെ എന്ന് അന്ന് മുജാഹിദ് ബാലുശ്ശേരിയാണ് ചോദിച്ചത്. അപ്പം ഞാനെപ്പോഴും നമ്മളിപ്പോൾ നമ്മളുടെയൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളിങ്ങനെ എന്തെങ്കിലും നമുക്ക് പറയാനൊക്കെ പറ്റും, ഒക്കെ ശരിയാണ്. പക്ഷേ അത് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം കൂടി നമ്മൾ ശരിയാക്കിയിട്ടില്ലെങ്കിൽ ഇത് കേൾക്കാൻ പറ്റില്ല. ശബ്ദം ശരിയല്ലെങ്കിൽ കേൾക്കാൻ കഴിയില്ല. കാണുന്ന സമയത്ത് അത് ശരിയായ രീതിയിൽ കാണാൻ കഴിയില്ല, ആൾക്ക് കണ്ടിരിക്കാൻ കഴിയില്ല. ഇതെല്ലാം നമ്മൾ നോക്കും. നമ്മളിപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ നിങ്ങൾക്കിപ്പോൾ പേപ്പർ കപ്പിൽ തന്നു, നിങ്ങളുടെ മനസ്സിലുണ്ടാവില്ല ഇതൊരു നല്ലൊരു ചില്ല് ഗ്ലാസ്സിൽ കിട്ടിയിരുന്നെങ്കിൽ നന്നായേനെ എന്ന് നിങ്ങൾ ചിന്തിക്കില്ലേ? ഇതന്നെയാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത്. ഒരു കുറച്ചുകൂടി നല്ല രൂപത്തിൽ അത് പ്രസൻറ്റ് ചെയ്ത് കൈ കിട്ടി എല്ലാവരും ഇഷ്ടപ്പെടും. അത് നമ്മൾ ഈ സ്വതന്ത്ര മേഖലയിൽ ഇപ്പം നമ്മളുടെ NRCയുടെ ചാനലിലാണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എഡിറ്റ് ചെയ്തൊക്കെ തരുമ്പോൾ കറക്റ്റ് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. കാരണം ആ ഒരു ക്വാളിറ്റി വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിന് പണം ഇറക്കണം. അത് നമുക്ക് ചെയ്യാൻ പലപ്പോഴും സാധിക്കാറില്ല, കാരണം ഫണ്ടിൻ്റെ അഭാവം തന്നെയാണ്. അപ്പോൾ ഇനി അഥവാ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഡൊണേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. സാന്ദർഭികമായിട്ട് പറയുകയാണെങ്കിൽ NRC ഒരു ഭവന നിർമ്മാണം ഏറ്റെടുത്തിട്ടുണ്ട് മലപ്പുറത്തൊരു കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അത് ഓൾമോസ്റ്റ് അതിൻ്റെ ലിൻഡൽ വരെ പണി ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. നമ്മൾ പല ഘട്ടങ്ങളിലായി 2 ഘട്ടങ്ങളിലായിട്ടാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇനിയുണ്ട് 2-3 ഘട്ടങ്ങൾ. അപ്പോൾ 14 ലക്ഷത്തിൻ്റെ ഒരു പ്രൊജക്റ്റാണ്. കഴിയുന്നത്ര ആളുകൾ അതിനുള്ള ഡൊണേഷൻ അത് നൽകിക്കൊണ്ട് ആ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള ഒരു ഹെൽപ്പ് ചെയ്യണമെന്ന് ഞാൻ സാന്ദർഭികമായിട്ട് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്, പുറത്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നമ്മൾ വർഗീസിനെ കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണിച്ചു തരും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറയാണ്. ഫണ്ടിൻ്റെ അഭാവം ഉണ്ടായിട്ട് പോലും നമ്മൾ ചെയ്യുന്നു. ഇത്രയും ചെയ്യാൻ പറ്റിയത് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ. കാരണം ഇത് ആവശ്യപ്പെടണം, അത് അവർ കാണുമ്പോൾ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതൊരു വശം. ഇനി ഇത്തരം സംഗതികളൊക്കെ ചെയ്ത് ലാസ്റ്റ് ചോദിച്ചെന്തായിരുന്നു? മുസ്ലിങ്ങളോടുള്ള സ്നേഹം. അത് ഞാൻ പറഞ്ഞല്ലോ. BJP അതുപോലെ സംഘപരിവാർ മേഖലയിൽ RSSൻ്റെ തന്നെ ചില നേതാക്കളെയൊക്കെ കാണാനുള്ള അവസരം കിട്ടുമ്പോൾ ഞാൻ പോയി കണ്ടിട്ടുണ്ട്.
അങ്ങനെ കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ അവരോട് നേരിട്ട് ചോദിച്ചിട്ടുള്ള കാര്യമാണ്, എക്സ് മുസ്ലിങ്ങൾക്ക് സീറ്റ് കൊടുക്കുന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. BJP-യിൽ എങ്ങനെയാണ്, BJP-യുടെ ഉള്ളിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ എക്സ് മുസ്ലിങ്ങളെ കാണുന്നത്, ഇതുപോലുള്ള ചില സംഭവങ്ങൾ. അവരെടുത്ത വഴിക്ക് പറഞ്ഞിട്ടുള്ളത്, ഞങ്ങൾ സത്യത്തിൽ തപ്പിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് ബോധമുള്ള മുസ്ലിങ്ങളെയാണ്. ഈ ബോധമുള്ള മുസ്ലിങ്ങൾ കൂടെ ഒരു എക്സ് മുസ്ലിമായിട്ട് പോവുകയാണ്, പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇതാണ് അവർ ചോദിക്കുന്നത്. 1. 2, എക്സ് മുസ്ലിം എന്നുള്ള ലേബലും വെച്ചുകൊണ്ട് ഒരു സാധനം പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഒരു എക്സ് മുസ്ലിം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സാധനമായിട്ടാണ് അവരതിനെ കണ്ടിട്ടുള്ളതും. അതുകൊണ്ട് എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ മുസ്ലിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും ഇസ്ലാം എന്താണെന്ന് തിരിച്ചറിയാനും നമ്മളെക്കൊണ്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ സാധിക്കുന്നുണ്ടെന്നുള്ള കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നല്ല കാര്യമായിട്ടാണ് ഞാൻ തിരിച്ചറിയുന്നത്. കാരണം അല്ലാതെ അവർക്കിത് തിരിച്ചറിയാൻ വഴിയില്ല. കാരണം ഇപ്പോൾ ഒരു ഇസ്ലാമിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്, മുസ്ലിങ്ങൾ ഇങ്ങനെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നതിൻ്റെ ഒരു കാരണം എന്താണ് എന്ന് മുജാഹിദ് ബാലുശ്ശേരിയോട് ചോദിച്ചാൽ ഉത്തരം കിട്ടുമോ? ജാക്കിർ നായിക്കിനോട് പോയി ചോദിച്ചാൽ ഉത്തരം കിട്ടുമോ? ഇല്ല. പക്ഷെ അത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവർക്ക് കിട്ടുന്നത്. അപ്പം ഞാനെപ്പോഴും ആലോചിക്കുന്നത്, നമ്മളോട് പ്രത്യേക സ്നേഹമൊന്നുമില്ല, പക്ഷെ കുറച്ച് ബോധമുള്ള മുസ്ലിങ്ങൾ നമ്മുടെ രാജ്യത്ത് വളരുന്നുണ്ടല്ലോ. അത് പിന്നെ ഈ മുസ്ലിമായിട്ട് തന്നെ നിന്നാൽ പോലും അത് അവർ ഉൾക്കൊള്ളാൻ തയ്യാറാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വഖഫ് അമെൻമെൻറ്റ് ബില്ലുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ശില്പശാല അത് നടത്തിയ സമയത്ത് അവരുടെ ഒരു പരിപാടിയിൽ പോയപ്പോൾ അവിടെ ഒരു 90ഓളം ആളുകൾ ഇരിക്കുന്നതിൽ 10-20ഓളം ആളുകൾ മുസ്ലിങ്ങൾ തന്നെയാണ് ഇരിക്കുന്നത്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് റെപ്രസെൻ്റ് ചെയ്ത് വന്നിട്ടുള്ള മുസ്ലിങ്ങൾ, വിശ്വാസികളായിട്ടുള്ള ആളുകൾ. അവർക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം അടക്കം അവിടെ ചെയ്തു കൊടുത്തിരിക്കുകയാണ്. തങ്ങളുമുണ്ട്. അതെ. അപ്പോൾ ആ രീതിയിലൊരു മാറ്റം അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ജീവിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യത്ത് അവിടെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ ഇറ്റേണൽ ആയിട്ടുള്ള, അതായത് കാലങ്ങളായിട്ട് നിങ്ങളിങ്ങനെ ശത്രുവായിട്ട് പ്രഖ്യാപിച്ചിട്ടൊരു സാധനം നിങ്ങൾക്ക് ഇവിടെ നേടാൻ കഴിയില്ല. നിങ്ങൾ സംസാരിച്ചും കാര്യങ്ങൾ സോൾവ് ചെയ്യേണ്ടത് സോൾവ് ചെയ്ത് തിരുത്തേണ്ടത് തിരുത്തി മുന്നോട്ട് പോകാന്നുള്ളതേ വഴിയുള്ളൂ. അതിന് പകരം ഇത് നമ്മുടെ ശത്രുവാണ്, ജ്യൂസ് നമ്മുടെ ശത്രുക്കളാണ്, ജ്യൂസ് കുടിക്കരുത് എന്ന നിലപാടിൽ നമ്മൾ പോയാൽ ഒരു സാധനം സോൾവ് ആവില്ല. ഇപ്പോൾ ഇസ്രായേൽ പാലസ്റ്റൈൻ വിഷയം പോലെ നമ്മൾ പറയുമ്പോൾ അത് സോൾവ് ആകാത്തതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ പറയുന്നു. കാരണം അവിടെ ഡയലോഗ്സിന് അവർ നിൽക്കുന്നില്ല. അവർ ഓരോ ഘട്ടങ്ങളിലും മുന്നോട്ട് വെക്കുന്ന സമാധാന സന്ധി ശ്രമങ്ങളിൽ ഒരു പക്ഷം പറയുന്നത് ജൂതരാഷ്ട്രം വേണ്ട എന്ന് പറഞ്ഞ് ഏകപക്ഷീയമായിട്ട് നിഷേധാത്മക സമീപനം എടുക്കുകയാണ്. അതിലൂടെ പോയാൽ ഇത് പരിഹരിക്കാൻ കഴിയില്ല എന്നുള്ളിടത്താണ് അബ്രഹാം അക്കോർഡ്സ് അവിടെ ഒരു റെലവൻ്റ് ആയിട്ടുള്ളൊരു വിഷയമായിട്ട് വരുന്നതും. ഇത്രയൊക്കെ പ്രശ്നമുണ്ടായിട്ടും നമ്മളുടെ ഇത്രയൊക്കെ പ്രശ്നമുണ്ടായിട്ടും നമ്മളുടെ അറബ് രാഷ്ട്രങ്ങൾ ഇസ്രായേലിനോടൊപ്പം നിന്നുകൊണ്ട് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ബ്രിഡ്ജിങ് അത് നടത്താൻ മുസ്ലിങ്ങളും ഇവിടെയുള്ള സംഘപരിവാർ മേഖലയിലുള്ള ആളുകളും തമ്മിലുള്ള ഒരു ബ്രിഡ്ജിങ് നടത്താൻ എക്സ് മുസ്ലിങ്ങളെ കൊണ്ട് സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇസ്രായേൽ പാലസ്തീൻ വിഷയം നേരത്തെ സംസാരിച്ചുകൊണ്ട് പിന്നെ ഞാൻ അതിന്നല്ല ചോദ്യം ഒഴിവാക്കാന്ന് വിചാരിച്ചാണ്. വേണ്ട, ചോദിക്കും. ഒരു രസമല്ല, ഒരു വഴിക്കിറങ്ങി. കാരണം അതൊരു നീണ്ടൊരു വിഷയമായതുകൊണ്ട് എന്തായാലും ഒന്ന് ചോദിക്കാം. എന്തായാലും നമ്മുടെ പ്രോഗ്രാമിൻ്റെ തലക്കെട്ട് മനുഷ്യനായിക്കൂടെ എന്നല്ലേ? അപ്പോൾ താങ്കൾക്ക് ഈ പലസ്തീൻ വിഷയത്തിൽ ഒന്ന് മനുഷ്യനായിക്കൂടെ എന്നാണ് എൻ്റെ ചോദ്യം. പാലസ്തീൻ വിഷയത്തിൽ നിന്നല്ല, നമ്മളല്ലെങ്കിലും മനുഷ്യനാവാൻ തന്നെയാണ് തീരുമാനം. ഞാനപ്പോൾ ഒരു കാര്യം തിരിച്ചു ചോദിക്കുകയാണ്. ഈ യെല്ലോ പിൻ എന്താണെന്നറിയോ? യെല്ലോ പിൻ എന്താണെന്നറിയോ? ഒന്ന് സൂം ചെയ്തോ വേണമെങ്കിൽ. എന്താണത്? ഫോട്ടോഗ്രാഫർ വേണമെങ്കിൽ ഒന്ന് സൂം ചെയ്തോ എന്ന് പറയാം. ഇത് നമ്മളിപ്പോൾ ഇസ്രായേലിൽ യാത്ര ചെയ്യുമ്പോൾ, ഈ യുദ്ധത്തിന് ശേഷം നമ്മളവിടെ യാത്ര ചെയ്യുന്ന സമയത്ത് സിറ്റീസിൽ അവിടെയുള്ള ഓരോ ജംഗ്ഷനിൽ പോസ്റ്റിൽ എവിടെ നോക്കിയാലും കാണുന്നൊരു സാധനമാണിത്. ഇതെന്തിനാണ് പ്രതിദാനം ചെയ്യുന്നത്? ഇത് ഒരു യെല്ലോ പിൻ മാത്രമായിട്ടല്ല, മഞ്ഞ കളറുള്ള സാധനങ്ങൾ, ഈ കളറുള്ള സാധനങ്ങളാണ് അവരവിടെ എല്ലായിടത്തും നിരത്തി വെച്ചിരിക്കുന്നത്. ഇസ്രായേലിലേക്ക് ഒക്ടോബർ 7 കടന്നു വന്നുകൊണ്ട് അവിടെ 1200ഓളം ആളുകളെ കൊന്നു തള്ളി ഹമാസ്. അവിടെ നിന്നും 200ഓളം ആളുകളെ പിടിച്ചുകൊണ്ടുപോയി ബന്ദികളാക്കിയിട്ട്, 300ഓളം ആളുകളെ. അതിൽപ്പെട്ട 48 ആളുകൾ ഇന്നും ബന്ദികളായിട്ട് അവിടെ തുടരുകയാണ്. ഈ ബന്ദികളെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അത് കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. രക്ഷിച്ചുകൊണ്ട് വരാൻ ശ്രമിക്കുന്നു, അത് വിട്ടുകിട്ടാൻ വേണ്ടിയിട്ടുള്ള ലോബിയിങ് നടത്തുന്നു, മീൻസ് ഇൻ്റർനാഷണൽ അരീനയിലടക്കം. പക്ഷേ ഇന്നും അത് നടക്കുന്നില്ല. ഒരു വശത്ത് അത്. 2, ഒരു മറുവശത്ത് കാണുന്നത് എന്താണ്?
പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിനെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാഗ്വാദങ്ങൾ, അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഒരു ഇടത്ത് പോലും നമ്മൾ കാണുന്നില്ല. ബന്ദികളെ വിട്ടുകൊടുക്കൂ എന്ന് പറയുന്ന ഒരു സാധനം. നമ്മളൊക്കെ പറയുന്ന കാര്യം ഈ യെല്ലോ പിൻ പ്രതിദാനം ചെയ്യുന്നത് പോലും ഈ ഹോസ്റ്റേജ് ക്രൈസിസിനെ പ്രതിദാനം ചെയ്യുന്നൊരു സാധനമാണത്. അതായത് ബന്ദികളെ വിട്ടുകൊടുത്തിട്ടേ ബാക്കി കാര്യങ്ങളുള്ളൂ. നമ്മുടെ രാജ്യത്ത് നിന്നും ഇപ്പോൾ പാകിസ്ഥാനിലേക്കോ വല്ല വേറെ ഏതെങ്കിലും രാജ്യത്തേക്കോ നമ്മളുടെ നാട്ടുകാരായിട്ടുള്ളൊരു 10 പേരെ ഇതേപോലെ തട്ടിക്കൊണ്ടുപോയിട്ട് അവരെ അവിടെ ബന്ദികളാക്കി വെച്ചിരിക്കുന്ന കാലത്ത് നമ്മളെന്താ പറയുക? അവരെ വിട്ടുകിട്ടാൻ നമ്മൾ പറയില്ലേ? ഇത് പറയാനുള്ള അവകാശം ഇസ്രായേലിനില്ലേ? അവരെ വിട്ടുകിട്ടുന്നത് വരേക്കും അവരെ തട്ടിക്കൊണ്ടുപോയ തീവ്രവാദ സംഘടനയ്ക്കെതിരെ പെരുമാറാനും അവരെ ഇല്ലായ്മ ചെയ്യാനുള്ള എല്ലാ അവകാശവും ഇസ്രായേലിനില്ലേ? ഇത് നമ്മൾ പറയണ്ടേ? ഇനി ഈ സംഗതി നമ്മുടെ നാട്ടിൽ ഒരാൾ പോലും പറയുന്നില്ല. ഈ ബന്ദികളെ വിട്ടുകൊടുക്കൂ എന്ന് ഇത്ര ദിവസം, കഴിഞ്ഞ ദിവസമൊക്കെ പല ആളുകളും പല സംഗതി നടത്തി. എനിക്ക് ഏറ്റവും ലജ്ജ തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം നടന്ന ആ പരിപാടിയിൽ ഒരു ഉസ്താദ് നിന്ന് പ്രസംഗിക്കുകയാണ്. ഹിറ്റ്ലർ കുറച്ച് ജൂതന്മാരെ കൊല്ലാതെ ബാക്കി വെച്ചത് എന്തിനാണ് ഞാൻ ഈ ജൂതന്മാരെ മൊത്തം കൊന്നതെന്ന് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ഹിറ്റ്ലർ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാക്ക്. സത്യത്തിൽ ഹിറ്റ്ലർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനൊരു തെളിവൊന്നുമില്ല. അങ്ങനെ ആരോ പറഞ്ഞ് ഹിറ്റ്ലർ പറഞ്ഞു എന്ന് പറഞ്ഞ് അങ്ങ് തുടങ്ങി. ഇന്നിപ്പോൾ ആളുകൾ അത് പൊക്കിക്കൊണ്ട് നടക്കും. ഇന്നിപ്പോൾ മലയാളത്തിൽ ഉസ്താദുമാരെ വരെ വിളമ്പുന്നു. അതായത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഹമാസ് നടത്തിയ കൂട്ടക്കൊല അടക്കമുള്ള കാര്യങ്ങൾ ന്യായീകരിക്കാൻ അവർ കൂട്ടുപിടിച്ചതാരെയാണ്? ഹിറ്റ്ലറിനെയാണ്. അത് ശരിയാണോ? അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഏതോ ഒരു ഉസ്താദ് ചെയ്തതിന് നമ്മൾ എന്ത് ചെയ്യണം? അല്ല, ഇത് അമീൻ അൽ ഹുസൈനി എന്ന് പറയുന്ന ജെറൂസലം മുഫ്തിയായിട്ട് അന്നുണ്ടായിരുന്ന, ഇസ്രായേലിൽ അന്ന് ജീവനോടെ ഉണ്ടായിരുന്ന ചങ്ങാതി, 1930, 40, 41 ഒരു നാസിയാണ് എന്ന് പ്രഖ്യാപിച്ച് ഹിറ്റ്ലറെ നേരിട്ട് പോയി കണ്ട് ഞങ്ങളുടെ നാട്ടിലും കുറച്ച് ജൂതന്മാരുണ്ട്, കൊന്നു തള്ളാൻ എന്തെങ്കിലും വഴി പറഞ്ഞു തരുമോ എന്ന് പറയുകയും ഹിറ്റ്ലർ അവിടെ കോൺസെൻട്രേഷൻ ക്യാമ്പ് ഓഷ്വിറ്റ്സിലൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് അമ്മാതിരി ഒരു സാധനം നമ്മുടെ നാട്ടിൽ കുറച്ച് മരുഭൂമി ബാക്കിയുണ്ട്, അവിടെ വന്ന് നമുക്ക് അവിടെ സെറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ ചങ്ങാതിയാണ് ഈ പറയുന്ന അമീൻ അൽ ഹുസൈനി. എത്ര ആളുകൾക്ക് അതിവിടെ പറയാൻ ധൈര്യമുണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത്? പറയില്ല, പറഞ്ഞാൽ വോട്ട് പോകും. അപ്പോൾ ഈ തരത്തിലുള്ള ജൂതവിരുദ്ധത കൊണ്ടു നടക്കാൻ മാത്രമല്ല, ജൂതന്മാരെ കൊന്നു തള്ളാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നടത്താൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചന വരെ നടത്തിയ ആളുകളാണ് ഇന്ന് നമ്മളെ മാനവികത പഠിപ്പിക്കാൻ വരുന്നത്. അപ്പോൾ ഇവരുടെ ഉള്ളിൽ കിടക്കുന്നത് കൃത്യമായ ജൂതവിരുദ്ധതയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു പ്രശ്നം ആണ് ഇവരിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ അവിടെ ആളുകൾ കൊല്ലപ്പെടുന്നില്ല, കുട്ടികൾ മരിക്കുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് ഇതിനകത്തൊരു വിഷയം വഴിതിരിച്ചുവിടാനുള്ള ശ്രമത്തിൽ നമ്മൾ പെട്ടുപോകുന്നില്ല. കാരണം നമ്മൾ അവിടെ നേരത്തെയൊക്കെ കേട്ടിട്ടുണ്ടാവുന്നാലും ഞാൻ ചോദിക്കുകയാണ്, 60,000 പേര് മരിച്ചു എന്ന് പറയുമ്പോൾ അതിലെത്ര പേര് ഹമാസ് തീവ്രവാദികളാണ് എന്നുള്ളതിൻ്റെ കണക്ക് ആദ്യം നിങ്ങൾ വെക്കുക. അതിലെത്ര പേര് കൊമ്പാറ്റൻസ് ആണ് എന്ന് നിങ്ങൾ ആദ്യം വെക്കുക. എന്നിട്ട് സിവിലിയൻസ് എത്ര പേര് മരിച്ചു എന്നുള്ളതിൻ്റെ കൃത്യമായ കണക്ക് നിങ്ങൾ വെക്കുക. എന്നിട്ട് ബാക്കി അത്രേ നമ്മൾ പറയുള്ളൂ. അല്ലാതെ എല്ലാം കൂടി ഒരു കൊട്ടക്കണക്കങ്ങ് ഇട്ടിട്ട് ഇത്രയും ആളുകൾ മരിച്ചു എന്ന് പറയുമ്പോൾ എന്താ അവിടെ പിന്നെ ഈ തീവ്രവാദികളൊക്കെ എവിടെ പോയി? ഈ ഹമാസിൻ്റെ ആളുകൾ എവിടെ പോയി? മരിച്ചിട്ടില്ലേ ആരും? ആ മരിച്ച എണ്ണ എത്രയെന്ന് പറയാം. 60,000 പേര് മരിച്ചു എന്ന് നിങ്ങൾ, ഇനി 70,000 പേര് മരിച്ചു എന്ന് പറഞ്ഞാൽ അതിനകത്ത് 50% മിനിമം ഹമാസ് തീവ്രവാദികളാണ്. അതിനുശേഷം ബാക്കിയുള്ള ആളുകൾ എന്ന് പറയുന്നത് സാധാരണ ഒരു യുദ്ധം ഇല്ലെങ്കിൽ പോലും മരിക്കുന്ന ആളുകളുടെ എണ്ണമുണ്ട്. അതുൾപ്പെടെയാണ് ഈ എണ്ണം കിടക്കുന്നത്. അതും അതിൽ നിന്ന് കുറയ്ക്കണം. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ സമ്മതിക്കേണ്ടതായിട്ട് വരും. അതായത് ഈ ബാക്കി യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ള സിവിലിയൻസ്, അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. നമ്മളതിൽ വേദനിക്കുന്ന ആളുകളാണ്. പക്ഷേ ആ ആളുകൾ കൊല്ലപ്പെടാനുള്ള കാരണം എന്താ? നെസസറി സാക്രിഫൈസ്, അവരെ മനുഷ്യ കവചമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് സമ്മതിക്കുന്നത് ഞാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആളല്ല. ഇന്നലെയും കൂടി CNN മറ്റേ ഹമാദ് എന്ന് പറയുന്ന ഈ ഹമാസിൻ്റെ നേതാവ് ഇരുന്ന് പറയാണ്, ദാറ്റ് ഈസ് ജസ്റ്റിഫൈഡ് എന്നാണ് പുള്ളി ഇന്നലെയും കൂടി ഇരുന്ന് പറഞ്ഞത്. അതായത് അവരൊക്കെ മരിക്കും, യുദ്ധമാകുമ്പോൾ ആളുകൾ മരിക്കും എന്ന് ഞാനല്ല പറയുന്നത്, ഹമാസിൻ്റെ നേതാവ് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ എടുക്കുമോ? ഇല്ല. അപ്പോൾ ഇനി ഞാൻ പറയുന്നു, അതായത് ഈ കണക്ക് മുഴുവൻ പുറത്തുവിട്ടത് ഹമാസാണ്. ഹമാസിനോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞത് UN സഭയെ അടക്കം, അതല്ലെങ്കിൽ ലോകരാജ്യങ്ങളും ഇൻക്ലൂഡിങ് വെസ്റ്റ് ബാങ്കിലുള്ള പാലസ്തീൻ അതോറിറ്റി വരെ പറഞ്ഞു കഴിഞ്ഞു. എന്താ പറയാൻ കാരണം? അവർ തീവ്രവാദികളാണെന്നാ പറഞ്ഞത്. അപ്പോൾ തീവ്രവാദികളാണ് എന്ന് പാലസ്തീൻ അതോറിറ്റി പറയുന്നു, ലോകരാജ്യങ്ങൾ പറയുന്നു, ഇറങ്ങിപ്പോകാൻ പറയുന്നു, ഭരണം വെച്ച് ഒഴിയാൻ പറയുന്നു, ഒക്കെ ശരി. പക്ഷെ അവർ പുറത്തുവിട്ട ഈ കള്ളക്കണക്ക് മാത്രം എടുക്കില്ല എന്ന് പറയാൻ ഇവർക്ക് പറ്റുന്നില്ല.
ഈ തീവ്രവാദികൾ പുറത്തുവിട്ട കണക്ക് എടുത്തിട്ടാണോ നിങ്ങൾ അവരെ ഇറക്കി വിടാൻ നോക്കുന്നത്? ആ കണക്ക് നമ്മൾ എടുക്കാത്തതിൻ്റെ പേരിലാണോ നമ്മൾ മാനവിക വിരുദ്ധനാക്കുന്നത്? എന്നാൽ നമ്മൾ തൽക്കാലം മാനവിക വിരുദ്ധനാണ് എന്ന് പറയാനേ നമുക്കും പറ്റുള്ളൂ. അപ്പം നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഏറ്റവും മിനിമം, ബെയർ മിനിമം എന്ന് പറയുന്നത് കൊല്ലപ്പെട്ട 70,000 പേരുണ്ടെങ്കിൽ അതിൽ എത്ര പേര് ഹമാസ് തീവ്രവാദികളാണെന്നുള്ളതിന് കണക്ക് വെക്കുക. കൊമ്പാറ്റൻസ് എത്ര പേരുണ്ടെന്ന് കൃത്യമായിട്ട് വെക്കുക. എവിടുന്ന് വേണമെങ്കിലും നിങ്ങൾ കണക്ക് കൊണ്ടുവന്നോ, അതിനുശേഷം ബാക്കി. ഓക്കെ. ഈ കഴിഞ്ഞ ദിവസം ഒരു എക്സ് മുസ്ലിം എൻ്റെ ചാനലിൻ്റെ പേര് എന്തോ ഇൻവിഡൽസ് എന്നോ മറ്റോ ഒരു ചാനൽ, ആ ചാനലിലെ ഒരു അവതാരകൻ ഒരു ഫോട്ടോ ഇട്ടിരിക്കുന്നത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതായത് ഫ്രീ പലസ്തീൻ എന്ന് എഴുതിയിട്ട് ആണ് അദ്ദേഹത്തിൻ്റെ പടം ഇട്ടിരിക്കുന്നത്. എൻ്റെ താഴെ ഇഷ്ടംപോലെ ലവ് റിയാക്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഈ അശുദ്ധ മാ ഹദ എന്ന് പണ്ട് പറഞ്ഞതുപോലെയാണ് ഫ്രീ പലസ്തീൻ എന്ന് പറയുന്നതിൻ്റെ അടുത്ത് ആ സ്ലോഗൻ അവസാനിക്കുന്നില്ല. പിന്നെ റിവർ ടു സീ അതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ഇങ്ങനെ മാനവികവാദികളായിട്ടുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ, ഈ സ്ലോഗൻ എടുത്ത് ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ചും എക്സ് മുസ്ലിംസിൻ്റെ ഇടയിലും ഇസ്ലാം മതം ഉപേക്ഷിച്ചു എന്ന് പറയുന്ന ആളുകൾ മുഹമ്മദ് നബിയെ പച്ചത്തറി പറയുന്നവരും 6-ാം നൂറ്റാണ്ടിലെ കഥകൾ ഹദീസുകൾ ഉദ്ധരിച്ച് വർത്തമാനം പറയുന്നവരും, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദിന് ശേഷം ഉണ്ടായ ഒരു ഈ പറയുന്ന ഇസ്ലാമിക രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തെ പിന്തുണക്കുകയല്ലേ ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്. ഇപ്പോൾ പല എക്സ് മുസ്ലിങ്ങളുടെയും ഒരവസ്ഥ അതാണ്, ഞങ്ങൾ മതം ഉപേക്ഷിച്ചു പക്ഷേ ഞങ്ങളുടെ ഉമ്മത്ത് വിട്ടിട്ടില്ല എന്നുള്ള രീതിയിലാണ്. അല്ല, അത് ഞാൻ വളരെ വിഷമത്തോടു കൂടി പറയേണ്ട അല്ലെങ്കിൽ സമ്മതിക്കേണ്ട ഒരു വിഷയമായിട്ട് വരികയാണ്. അതായത് ഞങ്ങൾ 3 പേര് കൂടി ഇരുന്ന ഒരു വീഡിയോ തന്നെ മുക്കി. കാരണം അന്ന് 2021 ഇതുപോലെ സമാനമായൊരു വിഷയം, ഒരു ഗാസ ഒരു ഇഷ്യൂ അന്നുണ്ടായി. ഇസ്രായേലികളായിട്ടുള്ള 3 ഭടന്മാരാണോ സിവിലിയൻസിനെ തട്ടിക്കൊണ്ടു പോയിട്ട് കൊന്നു. അതിന് തിരിച്ചടി എന്നോണം ഗാസയിൽ ഇസ്രായേൽ അന്ന് ബോംബിട്ടു. 2 ദിവസം 3 ദിവസം നീണ്ടു നിന്നൊരു പ്രശ്നമാണ്, ഒരാഴ്ചയും കണ്ട്. ആ സമയത്ത് ഇതേപോലെ ഒരു ചർച്ച വന്നപ്പോൾ അന്ന് നമ്മളൊരു വീഡിയോ ചെയ്തു. ഞാൻ ആരാണെന്നൊന്നും പറയുന്നില്ല, പേര് പറയുന്നില്ല. പക്ഷെ ആ വീഡിയോ ഇന്നില്ല, ഇന്നത് മുക്കിയിരിക്കുകയാണ്. എന്തിനാണ് ഈ മുക്കുന്നത്? ഇതാ നമ്മൾ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഈ മാനവികവാദിയാണ് അല്ലെങ്കിൽ ഞാൻ വലിയ മനുഷ്യനാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് സത്യത്തിൽ ആളുകൾ ഈ വിഷയങ്ങൾ ഉപയോഗിക്കുന്നത്. അല്ലാതെ വിഷയം സോൾവ് ആക്കുക, അതിൻ്റെ വസ്തുത പറഞ്ഞുകൊണ്ട് അതിനകത്തൊരു ഹെയ്റ്റ് ഉണ്ടാവാനുള്ള ഒരു വഴി കുറയ്ക്കുക എന്നുള്ളതൊന്നും ഇവരുടെ അജണ്ടയിൽ ഏഴായാലത്ത് വരുന്നില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇനി അതോടൊപ്പം ഇത്തരം സ്ലോഗൻസ് പകുതി വിഴുങ്ങിയിട്ട് പറയേണ്ടി വരും. ഇപ്പോൾ ഫ്രീ പാലസ്റ്റൈൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ബാക്കി പറയണം. എന്താണ് ആ ബാക്കി? അതിൻ്റെ ബാക്കി എന്ന് പറയുന്നത് ഫ്രം റിവർ ടു സീ പാലസ്റ്റൈൻ വിൽ ബി ഫ്രീ എന്ന് മാത്രമല്ല, അതായത് ഖൈബർ യാ യഹൂദ് ജയ്ഷ മുഹമ്മദ് ബാദ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കൂടിയുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? അതായത് ഖൈബർ യാ യഹൂദ്, ഖൈബർ ഓർമ്മയുണ്ടോ യഹൂദന്മാരെ എന്നാണ് ചോദിക്കുന്നത്. ജയ്ഷ മുഹമ്മദ് എന്ന് പറയുമ്പോൾ മുഹമ്മദിൻ്റെ ആർമി. ആരാണ് ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി. മൂപ്പരുടെ ആ പട്ടാളം നിങ്ങളെ കീഴടക്കാൻ വരുന്നു. ഇതാരാ പറയുന്നത്? ഇത് പാലസ്തീനിയൻസ് പറയുന്ന സ്ലോഗനാണ്. അപ്പോൾ ആ സാധനത്തിൽ നിന്ന് ആദ്യം ഫ്രീ പലസ്തീൻ മാത്രം എടുത്തിട്ട് റിവർ ടു സീ അങ്ങോട്ട് മാറ്റുന്നു, ഈ ഖൈബർ യാ യഹൂദ് മാറ്റുന്നു. ഇതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കിയാൽ ഇത് വളരെ ലിബറൽ, വളരെ മോഡേൺ, വളരെ മാനവികമായിട്ടൊരു സാധനമായിട്ട് മാറും. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് ആളുകൾ തലവെച്ച് കൊടുക്കുകയാണ്, ഇതിൽ പോയി വീഴുകയാണ്. ഇതിനോട് നിന്നു കൊടുക്കാൻ നമുക്ക് പറ്റില്ല. കാരണം ഇതിൻ്റെ ബാക്കി നമ്മൾ അറിയുന്നു, വായിക്കുന്നു, മനസ്സിലാക്കുന്നു എന്നത് തന്നെയാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ നിങ്ങൾ അത് തിരിച്ചറിയാം. ഈ പാലസ്തീനിയൻസ് ആയിട്ടുള്ള ആളുകൾ എണീറ്റ് നിന്ന് വിളിച്ചു പോകുന്ന ആ മുദ്രാവാക്യം, അതെങ്കിലും നിങ്ങളൊന്ന് അവിടെ എന്തിനാണ് മുഹമ്മദ് നബിയെ വിളിക്കുന്നതെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഇതുപോലുള്ള ആളുകൾ ഇതുപോലെയുള്ള വാദങ്ങൾ വെച്ച് അതിനെ അനുകൂലിക്കുമ്പോൾ ചോദിച്ചത് ശരിയാണ്. ഇൻഡിറക്ട്ലി ആണെങ്കിലും അവർ മുഹമ്മദ് നബിയെ പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത്. മുഹമ്മദ് നബി ചെയ്ത കാര്യങ്ങളെ ലെജിറ്റമൈസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വേറെ വഴിയില്ല. അതങ്ങനെ തന്നെ പറഞ്ഞു വെക്കാനേ നമുക്ക് നിവൃത്തിയുള്ളൂ. യെസ്, താങ്ക് യു. ഒരു ചോദ്യം പാർട്ടി മെമ്പർ എന്ന് പറഞ്ഞാൽ അവരോടാണ്. പിന്നെ എല്ലാ സ്വതന്ത്ര ചിന്തകര് കമ്മ്യൂണിസം തളർത്തുന്നു എന്നുള്ള രീതിയിൽ അങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ പറയുന്ന കേൾക്കുന്നുണ്ട്, സംഗീതം വളർത്തുന്നു എന്നുള്ള രീതിയിൽ. പക്ഷെ ഞാൻ ഒരു 2 കൊല്ലം മുന്നേ കണ്ണൂർ ദേശാഭിമാനിയിൽ ഒരു വാർത്ത കണ്ടതാണ്. 26 കുട്ടികളെ മദ്രസ അധ്യാപകൻ പീഡിപ്പിച്ചിട്ട്. അതേസമയം നമ്മളെ നാട്ടിലുള്ള ഈ കണ്ണൂരുള്ള ഏതെങ്കിലും ഒരു അമ്പലത്തിൽ ഏതെങ്കിലും ഒരു കുട്ടി പെടണമെന്നല്ല പറയുന്നത്, അതിനുള്ള എതിർപ്പാണ് ഞാൻ പറയുന്നത്. ഒരമ്പലത്തിലാണെങ്കിൽ നമുക്ക് എന്തെല്ലാം കോലാഹലങ്ങൾ നമ്മളെ നാട്ടിൽ കാണും. പക്ഷേ എങ്കിൽ ഇത് ദേശാഭിമാനിയിൽ വന്ന വാർത്തയാണ്. ഒരു മിനിമം ഒരു മെമ്പർ, സാധാരണ ആ സമയത്ത് എല്ലാ മെമ്പർമാരും
ദേശാഭിമാനി വായിച്ചിരിക്കും. പക്ഷേ എങ്കിൽ അതിനെതിരെ എന്തെങ്കിലും ഒരു പ്രതിഷേധം ഒരാളെ ഒരു ഭാഗത്തുനിന്നും ഉണ്ടായില്ല. നമ്മളെ മദ്രസയിൽ നിന്ന് നമ്മളെ കുട്ടികളെ, ചെറിയ കുട്ടികളെ പറഞ്ഞേക്കുന്ന ഇവർക്ക് പീഡിപ്പിക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്ന അങ്ങനെയുള്ള ഇതെല്ലാം ശരിക്കും പിന്നെ ഈ കമ്മ്യൂണിസത്തെ താഴ്ത്തുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഒരുപാട് വാർത്തകൾ ഞാൻ കേൾക്കുന്ന, ഇപ്പം പെട്ടെന്ന് ഇതാ എനിക്ക് ഓർമ്മ വന്നത്, അതുകൊണ്ടാണ്. ഞാൻ ഈ പ്രീണന രാഷ്ട്രീയത്തെ നിഷേധിച്ചിട്ടൊന്നുമില്ല. ഒരു പരിധിവരെ ഞാൻ നേരത്തെ എൻ്റെ ചോദ്യത്തിലുണ്ട്, പിന്നെ കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് തമ്മിൽ ഭേദം തൊമ്മൻ എന്ന രീതിയിൽ നമുക്ക് തൽക്കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം നിൽക്കുക എന്നുള്ളത്. ഞാൻ ഒരുപാട് വിയോജിപ്പുകളുള്ള ആളാണ് എനിക്ക് പാർട്ടിയോട് അത്തരം രീതിയിൽ. പക്ഷേ ഞാൻ ആലോചിക്കുന്നത് വെച്ചാൽ നമ്മൾ അത്തരം കാര്യങ്ങൾ അതിനകത്ത് നിന്നിട്ട് നമുക്ക് അതിനെ തിരുത്താൻ ശ്രമിക്കുന്നതല്ലേ നല്ലത് എന്നാണ് ഞാൻ കരുതുന്നത്. ഇവർ പറഞ്ഞതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഹിന്ദു, അതായത് നോൺ മുസ്ലിം ആയിട്ടുള്ള അല്ലെങ്കിൽ ഹിന്ദു എന്ന് തന്നെ പറയാം, ആ ഭാഗത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ ഉണ്ടാകുന്ന ആ റിയാക്ഷനും ഈ ഇസ്ലാമിൻ്റെ മദ്രസ പീഡനം പോലുള്ളൊരു വിഷയം ഉണ്ടായപ്പോൾ ഉണ്ടായിട്ടുള്ള റിയാക്ഷന് തമ്മിൽ ഒന്ന് തൂക്കി നോക്കുകയാണ് അവർ ചെയ്തത്. തൂക്കി നോക്കിയപ്പോൾ കണ്ടത് ഈ പറയുന്ന ഇസ്ലാമിൻ്റെ ഭാഗത്ത് വന്നപ്പോൾ അത് തണുത്ത ഒരു പ്രതികരണമാണ്. ഒരു സാധനം ഇല്ല. ഓക്കെ, ഇത് ഒരു തവണ നിങ്ങൾ കണ്ടു, ഒരു തവണയല്ലേ കണ്ടുള്ളൂ? കണ്ടിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ ഈ സാധനം വിടൂലേ? വിടും അല്ല, നിങ്ങൾ ഈ പാർട്ടി തന്നെ വിടൂലേ? ഇനി അടുത്ത പാർട്ടി ഏതിലേക്കാണ് നിങ്ങൾ പോവുക? ആ അല്ല, നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോ. എന്നാൽ ഞാൻ പറയാം, അടുത്തത് അവർ പോവുക ഒരു നോൺ ലെഫ്റ്റ് ആയിട്ടുള്ളൊരു പാർട്ടിയിലേക്ക്. അത് സെൻറ്റർ ആവാം, രാഹുൽ ഈശ്വർ പറയുന്ന മാതിരി, അല്ലെങ്കിൽ ഇനി എക്സ്ട്രീം റൈറ്റ് വരാം. നിങ്ങൾ പോയി എന്നല്ല പറയണം, പോട്ടെ. ഇതൊരു യാഥാർത്ഥ്യമല്ലേ? ഇതല്ലേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞ് നിങ്ങൾ നിൽക്കുന്ന ഈ നില സത്യത്തിൽ നിങ്ങളുടെ കുഴിയല്ലേ തോണ്ടുന്നത്? ഇതാ ഞാൻ ചോദിക്കുന്നത്. അത് ശരിയല്ല എന്നാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടതിന് അഡ്രസ്സ് ചെയ്താൽ ഇവർ ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്തു എന്നതിൻ്റെ പേരിൽ നിങ്ങളോടൊപ്പം നിൽക്കും. അതോടൊപ്പം തന്നെ വലതുപക്ഷം വളരില്ല. നിങ്ങളത് അഡ്രസ്സ് ചെയ്യാത്തത് കൊണ്ട് ഇവർ നിങ്ങളോടൊപ്പം ഇല്ല എന്ന് മാത്രമല്ല, അവർ വലതുപക്ഷത്തെ വളർത്തുകയും കൂടി ചെയ്യും. അപ്പോൾ വളർത്തുന്നത് ആരാണ്? നിങ്ങളാണ്. ഓക്കെ, ഇതാണ് നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് വലതുപക്ഷം ഇവിടെ വളരുന്നത്.